സോ ഇന്ന് നമ്മൾ വാറ്റിന്റെ സെക്ഷനാണ് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുക. നമുക്കറിയാം നോർമൽ കേസിൽ വാറ്റിന് നമുക്ക് നമ്മുടെ വാറ്റ് ഇസ് ആൻ ഇൻഡയറക്ട് ടാക്സ് ആൻഡ് മോസ്റ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് സപ്ലൈഡ് വിത്തിൻ ദ യു കെയിൽ സപ്ലൈ ചെയ്യുന്ന ഗുഡ്സിനും സർവീസസിന്മേലാണ് നമ്മൾ നോർമലി വാറ്റ് ചാർജ് ചെയ്യുക. ഇസ് ടാക്സ് ഓൺ ടേൺ ഓവർ നോട്ട് ഓൺ പ്രോഫിറ്റ്സ്. ടേൺ ഓവർ മേലാണ്, പ്രോഫിറ്റ്സ് മേലല്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ എപ്പോഴും എക്സാം ബെനിഫിറ്റ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എക്സ്ക്ലൂസീവ് ഫിഗർ ആണോ ഇൻക്ലൂസീവ് ആണോ എന്ന് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. എക്സ്ക്ലൂസീവ് ഓർ ഇൻക്ലൂസീവ് ഈ രണ്ട് വേർഡുകൾ ശ്രദ്ധിച്ചേക്കുക. ക്വസ്റ്റ്യനിൽ ഒന്നും പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ അസംഷൻ ദാറ്റ് ഈസ് എക്സ്ക്ലൂസീവ് എന്നാണ്. എക്സ്ക്ലൂസീവ് ആണെങ്കിൽ നമുക്കറിയാം നമ്മൾ നോർമലി എമൗണ്ട് ഇൻറ്റു 20% ചെയ്യാം. ഇൻക്ലൂസീവ് ആണെങ്കിൽ എമൗണ്ട് ഡിവൈഡഡ് ബൈ 120 ഇൻറ്റു 20 ഇങ്ങനെയായിരിക്കും നമ്മൾ വാറ്റ് കണ്ടുപിടിക്കാം. പ്രത്യേകിച്ച് സെക്ഷൻ ബി ടൈപ്പ് സിനാരിയോയിലൊക്കെ ലാസ്റ്റ് ഒന്ന് നോക്കിക്കോണം, ഓടിച്ച് എന്നിട്ട് മാത്രമേ ചെയ്തു തുടങ്ങാവുള്ളൂ. ചിലപ്പോൾ ലാസ്റ്റ് ആയിരിക്കും പറയുക ഓൾ ഫിഗേഴ്സ് ആർ ഇൻക്ലൂസീവ് ഓർ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത് ലാസ്റ്റ് ആയിരിക്കും. സോ ക്വസ്റ്റ്യൻ ഒന്ന് മൊത്തത്തിൽ വായിച്ചു നോക്കിയിട്ട് മാത്രമേ തുടങ്ങാവുള്ളൂ. നമുക്കറിയാം നോർമൽ കേസിൽ ഔട്ട്പുട്ട് വാറ്റ് മൈനസ് ഇൻപുട്ട് വാറ്റ് അതാണ് വാറ്റ് പേയബിൾ എന്ന് പറയുക. ഈ ഔട്ട്പുട്ട് വാറ്റ് എന്ന് പറഞ്ഞാൽ ഓൾ സെയിൽസ് ആണ് ഔട്ട്പുട്ട് വാറ്റിൽ വരിക. ഇൻപുട്ടിൽ വരുന്നത് നോർമൽ കേസിൽ എല്ലാ എക്സ്പെൻസസും പർച്ചേസും ആയിരിക്കും നോർമൽ കേസിൽ ഇൻപുട്ടിൽ വരിക. സോ ഔട്ട്പുട്ട് വാറ്റ് മൈനസ് ഇൻപുട്ട് വാറ്റ് എന്ന് പറയുന്നതാണ് വാറ്റ് പേയബിൾ. നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറയുന്നത് 20% ആയിരിക്കും. ഇനി നമുക്കറിയാം 2 ടൈപ്സ് ഓഫ് രജിസ്ട്രേഷൻ ഉണ്ട്, അതായത് ഹിസ്റ്റോറിക്കൽ ടെസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ ടെസ്റ്റ് ആണ്. ഹിസ്റ്റോറിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ടാക്സബിൾ സപ്ലൈസ് രണ്ടിന്റെ കേസിലും ഹിസ്റ്റോറിക്കൽ ആയാലും ഫ്യൂച്ചർ ആയാലും ടാക്സബിൾ സപ്ലൈസ് എന്നാ പറയുക. ടാക്സബിൾ സപ്ലൈസ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്നത് നോർമൽ കേസിൽ സ്റ്റാൻഡേർഡ് സപ്ലൈസിനെയും സീറോ റേറ്റ് സപ്ലൈസിനെയാണ് നമ്മൾ നമ്മുടെ ടാക്സബിൾ സപ്ലൈ എന്ന് പറയുക. അതിലേക്ക് എക്സംപ്റ്റ് സപ്ലൈ വരില്ല. പിന്നെ ഓർക്കേണ്ടത് ഹിസ്റ്റോറിക്കൽ ടെസ്റ്റ് ആണെങ്കിൽ നമ്മുടെ ടാക്സബിൾ സപ്ലൈസിന്റെ എമൗണ്ട് മോർ ദാൻ 85,000 ഏത് മന്തിൽ വരുന്നു. 3 കേസസ് ആയിരിക്കും അവിടെ ക്വസ്റ്റ്യൻ വരിക. 3 ക്വസ്റ്റ്യൻസേ വരത്തുള്ളൂ. ഒന്ന് ലയബിൾ ഡേറ്റ്, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ഡേറ്റ്, ആൻഡ് ദ തേർഡ് കേസ് രജിസ്ട്രേഷൻ ഡേറ്റ് ആയിരിക്കും വരിക. ലയബിൾ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഏത് മന്തിലാണോ എക്സീഡ് ആകുന്നത് ആ മന്തിനെ നമ്മൾ ലയബിൾ ഡേറ്റ് എന്ന് പറയും. ദെൻ അതുപോലെ തന്നെ ഏത് മന്ത് നമ്മൾ ലയബിൾ ഡേറ്റ് ഞാൻ പറഞ്ഞു, ലയബിൾ ഡേറ്റിന്റെ മന്ത് എൻഡിൽ നിന്നും ഫ്രണ്ടിലേക്ക് 30 ഡേയ്സ് വരുന്ന ഡേറ്റിനെ നമ്മൾ നോർമൽ കേസിൽ നോട്ടിഫിക്കേഷൻ ഡേറ്റ് എന്ന് പറയും. നോട്ടിഫിക്കേഷൻ ഡേറ്റ് കഴിഞ്ഞ് വരുന്ന നെക്സ്റ്റ് മന്തിന്റെ ഫസ്റ്റ് ഡേ രജിസ്ട്രേഷൻ ഡേറ്റ് ആയിരിക്കും. നിങ്ങളുടെ BPP കിറ്റില് ചിലപ്പോ ഈ ക്വസ്റ്റ്യൻ ചെയ്തു പോയതായിരിക്കും. ജസ്റ്റ് ഒന്ന് നോക്കിയേ BPP കിറ്റിലെ ക്വസ്റ്റ്യൻ നമ്പർ question number 257. Question number 257. ഇവര് ട്രേഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 1 ജാനുവരി 23 ട്രേഡ് സ്റ്റാർട്ട് ചെയ്തതായിട്ട് പറയുന്നത്. ദെൻ ക്വാർട്ടർ എൻഡഡ് പറഞ്ഞിട്ടുണ്ട്. ക്വാർട്ടർ എൻഡഡ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം, ഇത് 3 മന്ത് കൂടുമ്പോഴത്തെ കേസാണ് തന്നിരിക്കുന്നത്. 1 ജാനുവരി 23 ട്രേഡ് സ്റ്റാർട്ട് ചെയ്തു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫ്രം വാട്ട് ഡേറ്റ് വിൽ എഫ് ബി രജിസ്റ്റേർഡ് ഫോർ വാറ്റ്, എന്നായിരിക്കാം വാറ്റിൽ രജിസ്റ്റർ ചെയ്യേണ്ട എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം മാർച്ച്, ജൂൺ, സെപ്റ്റംബർ ആൻഡ് ഡിസംബർ ആണ് തന്നിരിക്കുന്നത്. നമ്മൾ 15,000 പ്ലസ് 20,000 പ്ലസ് 30,000 ഇത് മൂന്നും ഇത്രയും വരെ സം ചെയ്തപ്പോൾ നമുക്ക് 65 കിട്ടി. ഞാൻ ഓൾറെഡി പറഞ്ഞു ക്വാർട്ടർ എൻഡഡ് എന്നാണ്. ദാറ്റ് മീൻസ് 3 മന്ത് കൂടുമ്പോഴാണ്. അപ്പൊ ഇവിടെ ഇതിപ്പം ഒക്ടോബർ, നവംബർ, ഡിസംബറിന്റെയാണ് 33. സെപ്റ്റംബർ വരെ ആയപ്പോൾ 65 ആയി. സോ ഇതിന്റെ കൂടെ 1 മന്ത് ആഡ് ചെയ്തു. സോ ദാറ്റ് മീൻസ് ഒക്ടോബർ ആയി. നമുക്കറിയാം 77 ആയുള്ളൂ. വീണ്ടും 1 മന്തിന്റെ കൂടെ ആഡ് ചെയ്തു. സോ ദാറ്റ് മീൻസ് നവംബറിൽ നമ്മളിവിടെ എന്ത് എക്സീഡ് ആയി? 87,000 ആയി. 85,000 എക്സീഡ് ആയി. ഓക്കെ, അപ്പം 85 എക്സീഡ് ആയി. സോ അപ്പൊ നമുക്കറിയാം നവംബറിനെയാണ് നമ്മൾ ലയബിൾ ഡേറ്റ് എന്ന് പറയാം. നവംബർ ലയബിൾ ഡേറ്റ്. നോട്ടിഫിക്കേഷൻ ഡേറ്റ് എന്ന് പറയുന്നത്, നോട്ടിഫിക്കേഷൻ ഡേറ്റ് ആ മന്തിന്റെ എൻഡ് കഴിഞ്ഞ് ഫ്രണ്ടിലേക്ക് 30 ഡേ പീരീഡ്, ദാറ്റ് മീൻസ് 30th ഡിസംബർ.
രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് മന്തിന്റെ ഫസ്റ്റ് ഡേ, ദാറ്റ് മീൻസ് 1st January രജിസ്ട്രേഷൻ, 1st January രജിസ്ട്രേഷൻ. ഓർക്ക, ലയബിൾ ഡേറ്റ്, നോട്ടിഫിക്കേഷൻ ഡേറ്റ്, ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ നോർമൽ കേസിൽ ചോദിക്കുക. So that means 1st January 24. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹിസ്റ്റോറിക്കൽ ടെസ്റ്റിന്റെ കേസാണ്. ഇനി ഫ്യൂച്ചർ ടെസ്റ്റ്. ഫ്യൂച്ചർ ടെസ്റ്റ് നമ്മൾ നോർമലി പറയും 1 month കൊണ്ട് അല്ലെങ്കിൽ 30 day പീരീഡ് കൊണ്ട് നമ്മുടെ നോർമൽ കേസിൽ എന്നായിരിക്കും നമുക്ക് എക്സിഡ് ആകാം. 30 day പീരീഡ് അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 1 month കൊണ്ട്. നമ്മൾ ക്ലാസ്സിൽ അന്ന സമയത്തൊക്കെ പറഞ്ഞപ്പോൾ ജാനുവരി 1 month കൊണ്ട് അല്ലെങ്കിൽ ഫെബ്രുവരി 1 month കൊണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ബട്ട് ഒരു കാര്യം കൂടെ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കുക, 30 day പീരീഡ് കൊണ്ട് നിങ്ങളുടെ ടാക്സബിൾ സപ്ലൈസ് മോർ ദാൻ 85,000 വന്നെങ്കിൽ അത് ഫ്യൂച്ചർ ടെസ്റ്റ് എന്നുള്ള കാറ്റഗറി വരും. 30 day പീരീഡ് എന്നാ പറയുക. ഞാൻ അതിനൊരു എക്സാമ്പിളും കൂടെ കാണിക്കാം, അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇത് നിങ്ങളുടെ BPPയുടെ ടെക്സ്റ്റിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. ജസ്റ്റ് വേണം നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തു. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. Jill commenced trading 1st January 22 with the monthly sales as follows. Goods standard 0 exempt. Standard 0 exempt. Exempt വരില്ലെന്ന് നമുക്കറിയാം. സോ സ്റ്റാൻഡേർഡ് 0 ആണ് ടാക്സബിൾ സപ്ലൈസ്. സോ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തപ്പം 15,000 ആണ്. ഇത് പെർ മന്തിന്റെ റിസൾട്ട് ആണ്. ഇനി on 14th April 22, Jill signed a contract to provide 30,000 of goods of ABC Limited and 47,000 goods DF on 2nd May 22. In addition to the monthly supplies detailed above. മേളിൽ പറഞ്ഞിരിക്കുന്ന 15,000 സെയിൽസ് കൂടാണ്ട് അല്ലെങ്കിൽ ടേൺ ഓവർ കൂടാതെ 14th April 22 അവർക്ക് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു, ന്യൂ കോൺട്രാക്ട്. അതുവഴി അവർക്ക് 30,000 കിട്ടി. ദെൻ വീണ്ടും 2nd May അവർക്ക് അനദർ 47,000 ഗുഡ്സ് കിട്ടി എന്നാണ് അനദർ കോൺട്രാക്ട്. പിന്നെ നമുക്കറിയാം എല്ലാ മന്തിലും ഒരു 15,000 ഉണ്ട്. എല്ലാ മന്തിലും ഒരു 15,000 ഉണ്ട്. ഇത് മൂന്നും കൂടെ സം ചെയ്തപ്പോ 85,000 എക്സീഡ് ആയി. നമുക്കറിയാം ഒരു 30 day പീരീഡ് കൊണ്ട് എന്നാ പറയുക. സോ 14th April to 14th May. സോ ആ ഒരു 30 day പീരീഡ് കൊണ്ട് ഇവിടെ ആക്ച്വലി 85,000 എക്സീഡ് ആയി. അപ്പൊ നമ്മൾ നോർമൽ കേസിൽ പറയുക ഏത് മന്താണോ എക്സീഡ്. അപ്പം നമ്മളിവിടെ പറയും 14th April സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ 30 day പീരീഡ് എന്ന് പറഞ്ഞാൽ 13th May. ഓക്കെ. സോ therefore here notification date എക്സീഡ് ആയ 30 day പീരീഡ് 13th May. ബട്ട് രജിസ്ട്രേഷൻ ഫസ്റ്റ് ഡേ മുതലാവും. രജിസ്ട്രേഷൻ 30 day പീരീഡിന്റെ ഫസ്റ്റ് ഡേ, ദാറ്റ് മീൻസ് 14th April. പ്രത്യേകം ഓർത്തണം, നോട്ടിഫിക്കേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് നമ്മൾ നോർമൽ കേസിൽ ആ 30 day പീരീഡിന്റെ എൻഡിലും രജിസ്ട്രേഷൻ ആകുന്നത് ആ 30 day പീരീഡിന്റെ ബിഗിനിങ്ങും ആണ്. നോട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് വെച്ചോണം. ഫ്യൂച്ചർ ടെസ്റ്റിന്റെ കേസാണ് പറഞ്ഞിരിക്കുന്നത്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ലയബിൾ പീരീഡ് ഉണ്ടോ? ലയബിൾ ഡേ പീരീഡ് എന്ന് പറഞ്ഞാൽ എക്സിഡ് ആയ ഡേറ്റ് എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന്റെ ലയബിൾ ഡേ അങ്ങനെ പ്രത്യേകം പറയാനില്ല. എക്സിഡ് ആയ അതായത് 13th May തന്നെ എന്നുള്ളതേ ഉള്ളൂ. മറ്റേ പാടില്ല. സെയിം ഡേറ്റ്. രണ്ടിന്റെ ഡേറ്റുകൾ ഒന്നും കൂടെ പറയോ? രണ്ട് കേസിന്റെയും കൂടി ഒന്ന് കമ്പയർ ചെയ്തിട്ട്. ഫ്യൂച്ചർ വോ? അതെ. എടാ ഇതിലേക്ക് നമുക്ക് ഹിസ്റ്റോറിക്കല് പറയാവോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ. പക്ഷെ നമ്മള് ഏത് മന്താണോ എക്സിഡ് ആകുന്ന ആ മന്തിന്റെ ആൻസർ എൻറ്റയർലി ഡിഫറെന്റ് ആവും. ഈ കേസിലാണെങ്കിൽ നമുക്ക് ഡിഫറെന്റ് ഇതെല്ലാം കൂടെ ആഡ് ചെയ്തപ്പോൾ നിനക്ക് 13th May അല്ലേ? അപ്പൊ നിന്റെ ഹിസ്റ്റോറിക്കൽ പ്രകാരമാണ് ഇത്. പക്ഷെ ഏതാണോ ആദ്യം വരുന്ന ഇതാട്ടോ. ഇത് ഫ്യൂച്ചറേ ആവുള്ളൂ. ഞാൻ പിന്നെ നീ ചോദിച്ചുകൊണ്ട് മാത്രം ഹിസ്റ്റോറിക്കൽ വെച്ച് പറയുക. ഇതിൽ ആക്ച്വലി ഹിസ്റ്റോറിക്കൽ ആപ്ലിക്കബിൾ ആവില്ല, കാരണം ഫ്യൂച്ചർ ആയതുകൊണ്ട്. ഹിസ്റ്റോറിക്കൽ ആയിരുന്നെങ്കിൽ ലയബിൾ ഡേറ്റ് എന്ന് പറയുന്നത് നിന്റെ 13th May വരും. അല്ല സോറി, മെയ്ന്ന് 13th May എന്നല്ല, മെയ് വരും.
ദെൻ നോട്ടിഫിക്കേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് 30th ജൂൺ വരും. രജിസ്ട്രേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് 1st ജൂലൈയും വരും. കാരണം മെയിലല്ലേ നിനക്ക് എക്സീഡ് ആയി 85,000 എക്സീഡ് ആയ മെയ് മന്ത് കൊണ്ട് ആഡ് ചെയ്യുമ്പോഴല്ലേ ആകുന്നത്. സെക്കൻഡ് മെയിലെ ഈ 47,000 ഈ ഒരു ടേൺ ഓവർ കൂടെ ആഡ് ചെയ്യുമ്പോഴല്ലേ. ഹിസ്റ്റോറിക്കലാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആവും. ഇതുമായിട്ട് കണക്ഷനേ ഇല്ല. ഒരേ കാര്യത്തിന്മേൽ ഒരിക്കലും ഹിസ്റ്റോറിക്കലും ഫ്യൂച്ചറും കൂടെ വരത്തില്ല. അത് ഓർത്തോണം. മാം അപ്പൊ എക്സാമിന് കറക്റ്റ് ആയിട്ട് എടുത്ത് ചോദിക്കൂലേ ലയബിൾ ഏതാ രജിസ്ട്രേഷൻ ഏതാന്നൊക്കെ? അങ്ങനെ ചോദിക്കും. പക്ഷെ ക്വസ്റ്റ്യന് നിങ്ങളാണ് ഫ്യൂച്ചർ ആണോ ഹിസ്റ്റോറിക് ആണോ എന്ന് അവര് പറയില്ല. നിങ്ങൾ ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ചെയ്യണം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ അത് എന്തായാലും എന്തായിരിക്കും. 30 ഡേ പീരീഡ് കൊണ്ട് 85,000 ആകുക എന്ന് പറഞ്ഞാൽ അത് ഫ്യൂച്ചർ ടെസ്റ്റ് ആയിരിക്കും. ഓക്കെ മാം. അതൊന്നുകൂടി പറഞ്ഞത് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ? ഐഡന്റിഫൈ ചെയ്യുന്ന ഇപ്പം ഇത് കണ്ടോ, ഈ ക്വസ്റ്റ്യൻ നീ നോക്കിയാൽ നമ്മൾ ആദ്യം BPP കിറ്റിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു. ഇത് ചെയ്തപ്പോ ഈ ക്വസ്റ്റ്യൻ ചെയ്തപ്പോ നീ എന്ത് കണ്ടോ, മാർച്ചും ജൂണും സെപ്റ്റംബറും പിന്നെ ഡിസംബറിലെ ഒക്കെ കൂടെ ആഡ് ചെയ്തപ്പോഴല്ലേ നിനക്ക് 85,000 ആയ. പല മന്തുകൾ കൊണ്ട് ആഡ് ചെയ്തപ്പോഴല്ലേ 85 ആയേ. അതാണ് ഹിസ്റ്റോറിക്കൽ ടെസ്റ്റ്. ഫ്യൂച്ചർ ടെസ്റ്റ് ആണെങ്കിൽ എപ്പോഴും 30 ഡേ പീരീഡ് കൊണ്ട് 85 ഡേയ്സ് ആകണം. അല്ലെങ്കിൽ 1 month എന്നോ അല്ലെങ്കിൽ കറക്റ്റ് 30 ഡേ പീരീഡ് കൊണ്ട് 85,000 ആയാലാണ് അത് ഫ്യൂച്ചർ ടെസ്റ്റ് ആവുക. മറ്റേത് ആയില്ലായിരുന്നല്ലോ, പല മാസങ്ങൾ ആഡ് ചെയ്തല്ലേ വന്നു. ഇപ്പോഴല്ലേ 85 ആയി. അങ്ങനെ പല മന്തുകൾ ആഡ് ചെയ്തിട്ടാണ് 85 ആയതെങ്കിൽ അത് ഹിസ്റ്റോറിക്കൽ. അങ്ങനെയാണ് ഐഡന്റിഫൈ. കിട്ടിയോ? ഓക്കെ മാം. മാം ഒരു മന്തിൽ പല ട്രാൻസാക്ഷൻ വരുന്നോണ്ട് പ്രശ്നമില്ലല്ലോ അല്ലേ? കുഴപ്പമില്ല. അങ്ങനെ 85 ആയെങ്കിൽ ഓക്കെ, അതിന് ഫ്യൂച്ചർ ആക്കാം. ഓക്കെ മാം. പലരുമായിട്ട് കോൺട്രാക്ട് ഏർപ്പെട്ടേ. പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഓൾറെഡി ടാക്സബിൾ സപ്ലൈസ് സ്റ്റാൻഡേർഡ്, സീറോ, എക്സംപ്റ്റ് സപ്ലൈസ് എന്ന് പറഞ്ഞിരുന്നു. ഇതിൽ നിങ്ങൾക്കറിയാം സ്റ്റാൻഡേർഡ് സപ്ലൈസ്, സീറോ, എക്സംപ്റ്റ് ഇതെല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ബട്ട് ഈ ഒരു സെന്റൻസുകൾ ഒന്നും കൂടെ പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. ഔട്ട്പുട്ട് വാറ്റ് വിൽ ബി ഡ്യൂ ആൻഡ് ഇൻപുട്ട് വാറ്റ് വിൽ ബി റിക്കവറബിൾ. ഔട്ട്പുട്ട് വാറ്റ് വിൽ ബി ഡ്യൂ ആൻഡ് ഇൻപുട്ട് വാറ്റ് വിൽ ബി റിക്കവറബിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ്, നിങ്ങളൊരു സ്റ്റാൻഡേർഡൈസ് സപ്ലയർ ആണെങ്കിൽ ഔട്ട്പുട്ട് വാറ്റ് ഡ്യൂ ആകും, അതുപോലെ ഇൻപുട്ട് വാറ്റ് നിങ്ങൾക്ക് റിക്കവർ ചെയ്യാം. ഇൻപുട്ട് വാറ്റ് റിക്കവർ ചെയ്യും. അവിടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് വരും. എന്താ മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാൻ ചാൻസ് എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു സ്റ്റാൻഡേർഡൈസ് സപ്ലയർ ആണ്, നിങ്ങളൊരു സെയിൽസ് നടത്തി. സെയിൽസ് 90,000 സെയിൽസ് ആണ്. നമുക്കറിയാം 90,000 ഇൻറ്റു 20% 18,000 വന്നു. നിങ്ങൾ ഇത് ഔട്ട്പുട്ട് ആണ്. നിങ്ങൾ ഇൻപുട്ട് അതായത് പർച്ചേസോ എക്സ്പെൻസോ ഒക്കെ വരും. ഇൻപുട്ട് വാറ്റ് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് പല ഐറ്റംസ് പർച്ചേസ് ചെയ്തു. ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് ഐറ്റം പർച്ചേസ് ചെയ്തു, സീറോ റേറ്റ് ഐറ്റം പർച്ചേസ് ചെയ്തു. സ്റ്റാൻഡേർഡ് റേറ്റ് ഐറ്റം പർച്ചേസ് ചെയ്തത് ഒരു 20,000 അസ്യൂം ചെയ്യുക. ദെൻ സീറോ റേറ്റ് ഐറ്റം പർച്ചേസ് ചെയ്തത് ഒരു 10,000 അസ്യൂം ചെയ്യുക. നമുക്കറിയാം സ്റ്റാൻഡേർഡ് റേറ്റ് ഐറ്റം എന്ന് പറയുമ്പോൾ അതിന് 20% ആണ്. സീറോ റേറ്റ് ഐറ്റം എന്ന് പറയുമ്പോൾ 10,000 ഇൻറ്റു 0% ആണ്. സോ 20,000 ഇൻറ്റു 20%. സോ ദാറ്റ് മീൻസ് 4,000. ഇത് 0% ആണ്, അതുകൊണ്ട് 0. അതായത് നമ്മൾ പറയും നിങ്ങളൊരു സ്റ്റാൻഡേർഡ് സപ്ലയർ ആണ്, ഇൻപുട്ട് വാറ്റ് റിക്കവർ ചെയ്യാമെന്ന് പറയും. ബട്ട് റിക്കവർ ചെയ്യാൻ പറ്റുന്നത് ഏതാ? നമുക്ക് നോർമൽ കേസിൽ റിക്കവർ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് കൊടുത്തെങ്കിലും റിക്കവർ ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ ഒരു സീറോ റേറ്റ് ഐറ്റം പർച്ചേസ് ചെയ്തപ്പോൾ എന്തെങ്കിലും വാറ്റ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? അങ്ങോട്ട് കൊടുത്താലേ ഇങ്ങോട്ട് റിക്കവർ ചെയ്യാൻ പറ്റൂ. അപ്പം നമ്മൾ അങ്ങോട്ടൊന്നും കൊടുത്തിട്ടില്ലാത്തതിനാൽ തന്നെ ഇങ്ങോട്ടൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റിക്കവർ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഇങ്ങോട്ടൊന്നും റിക്കവർ ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾ സീറോ റേറ്റ് ആയിട്ടാ പർച്ചേസ് ചെയ്ത്. അപ്പം റിവിഷൻ കിറ്റിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഓർത്തോണം, നിങ്ങളുടെ മനസ്സിൽ കിടക്കണത് ഔട്ട്പുട്ട് വാറ്റ് വിൽ ബി ഡ്യൂ ആൻഡ് ഇൻപുട്ട് വാറ്റ് വിൽ ബി റിക്കവറബിൾ എന്നാ. ഇൻപുട്ട് വാറ്റ് റിക്കവർ ചെയ്യാം. ഏത് ഐറ്റത്തിന്? സ്റ്റാൻഡേർഡ് റേറ്റ് ഐറ്റം പർച്ചേസ് ചെയ്താലേ ഇൻപുട്ട് വാറ്റ് റിക്കവർ ചെയ്യാൻ പറ്റുള്ളൂ. സീറോ റേറ്റ് ഐറ്റം പർച്ചേസ് ചെയ്താൽ നിങ്ങൾ അങ്ങോട്ടൊന്നും കൊടുത്തിട്ടില്ല, പിന്നെ ഇങ്ങോട്ട് റിക്കവർ ചെയ്യാൻ പറ്റില്ല. ആ ഒരു കാര്യം പ്രത്യേകം ഓർത്തിരിക്കാം. അതുപോലെ തന്നെ അടുത്തൊരു കേസ് പറയാനുള്ളത്, ഇപ്പം ഇവിടെ ഇതുണ്ടോ, സീറോ റേറ്റ് സപ്ലൈസ്. ഔട്ട്പുട്ട് വാറ്റ് വിൽ നോട്ട് ബി ഡ്യൂ. ഔട്ട്പുട്ട് വാറ്റ് വിൽ നോട്ട് ബി ഡ്യൂ.
ബട്ട് ഇൻപുട്ട് പാർട്ട് വിൽ ബി റിക്കവറബിൾ. ഔട്ട്പുട്ട് പാർട്ട് കൊടുക്കണ്ട, ബട്ട് ഇൻപുട്ട് പാർട്ട് റിക്കവർ ചെയ്യാം. ഈ ഇൻപുട്ട് പാർട്ട് റിക്കവർ ചെയ്യാം എന്ന് പറയുമ്പോഴും നിങ്ങൾ ഏത് റേറ്റ് സപ്ലയറാ? സീറോ റേറ്റ് സപ്ലയർ. സീറോ റേറ്റ് സപ്ലയർ. സീറോ റേറ്റ് സപ്ലയർ ആണെങ്കിൽ ഔട്ട്പുട്ട് പാർട്ട് ഒന്നും വേണ്ട. ദാറ്റ് മീൻസ് 0%. സീറോ. ആ ഒരു കേസിൽ നമ്മൾ പറയും ഇൻപുട്ട് പാർട്ട് റിക്കവർ ചെയ്യാന്ന്. ബട്ട് ഇൻപുട്ട് പാർട്ട് റിക്കവർ ചെയ്യാന്ന് എന്ത് മാത്രമാണ്? ഇൻപുട്ട് പാർട്ട് റിക്കവർ ചെയ്യാവുന്നത് നിങ്ങൾ സ്റ്റാൻഡേർഡ് റേറ്റ് ഐറ്റം പർച്ചേസ് ചെയ്തെങ്കിൽ അതിന്റെ മാത്രമേ ഇൻപുട്ട് പാർട്ട് നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ പറ്റൂ. ആ ഒരു കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. നിങ്ങൾ എക്സംപ്റ്റ് സപ്ലയർ ആണെങ്കിൽ നോ ഔട്ട്പുട്ട് ആൻഡ് നോ ഇൻപുട്ട്, അതും പ്രത്യേകം ഓർത്തേക്കാം. ടാക്സിബിൾ പേഴ്സൺ എന്ന് പറഞ്ഞാൽ നോർമലി ഇൻഡിവിജ്വൽ, പാർട്ട്ണർഷിപ്പ്, കമ്പനീസ് ഇവരെല്ലാം ടാക്സിബിൾ പേഴ്സൺ എന്ന് പറയും. ഹിസ്റ്റോറിക്കലും ഫ്യൂച്ചർ നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയി. വോളണ്ടറി രജിസ്ട്രേഷന്റെ അഡ്വാൻറ്റേജ് എന്താ? വോളണ്ടറി രജിസ്ട്രേഷന്റെ അഡ്വാൻറ്റേജ് ഇൻപുട്ട് പാർട്ട് എന്തായിരിക്കും? ഇൻപുട്ട് പാർട്ട് റിക്കവർ ചെയ്യാം. നമുക്കറിയാം ആദ്യമായി ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ ടൈമിൽ നമുക്ക് നോർമൽ കേസിൽ എക്സ്പെൻസുകളൊക്കെ ആയിരിക്കും കൂടുതൽ, അല്ലെങ്കിൽ പർച്ചേസുകളൊക്കെ ആയിരിക്കും കൂടുതൽ. വോളണ്ടറി ആയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്താൽ നമുക്ക് ഇൻപുട്ട് പാർട്ട് റിക്കവർ ചെയ്യാം എന്നുള്ളതായിരിക്കും അഡ്വാൻറ്റേജ്. ദെൻ ഗ്രൂപ്പ് രജിസ്ട്രേഷൻ. ഗ്രൂപ്പ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം 2 or more കമ്പനീസ് ജോയിന്റ് ആയിട്ട് വാറ്റിൽ രജിസ്റ്റർ ചെയ്യുക. അതാണ് ഗ്രൂപ്പ് രജിസ്ട്രേഷൻ എന്ന് പറയുക, അല്ലെങ്കിൽ ഗ്രൂപ്പ് വാറ്റ് രജിസ്ട്രേഷൻ എന്ന് പറയുക. ദെൻ അതിൽ ഓൾറെഡി ഓർക്കുക, ഈച്ച് ഓഫ് ദം ഈസ് റെസിഡന്റ് ഇൻ ദ UK റെസിഡന്റ് കമ്പനീസിന് മാത്രമേ വാറ്റിൽ എന്ത് ചെയ്യാൻ പറ്റൂ? രജിസ്റ്റർ ചെയ്യാൻ പറ്റൂ. അതായത് പക്ഷെ നിങ്ങളുടെ കോർപ്പറേഷന്റെ ഏരിയയിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഓൾറെഡി നമ്മുടെ ഗ്രൂപ്പ് 75% ഗ്രൂപ്പ് റിലീഫ് ഗ്രൂപ്പോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ ഗ്രൂപ്പ് ഒക്കെ ആണെങ്കിൽ ഒരു ഓവർസീസ് കമ്പനിക്കും ഈ ഗ്രൂപ്പിൽ മെമ്പർ ആകാം. 75% ഗ്രൂപ്പ് റിലീഫ് ഗ്രൂപ്പിലോ ക്യാപിറ്റൽ ഗെയിൻ ഗ്രൂപ്പിലോ ഓവർസീസ് കമ്പനിക്കും മെമ്പർ ആകും. ബട്ട് വാറ്റ് ഗ്രൂപ്പിൽ മെമ്പർ ആകണമെങ്കിൽ അത് UK രജിസ്റ്റേർഡ് കമ്പനീസിന് മാത്രമേ, അല്ലെങ്കിൽ UK റെസിഡന്റ് കമ്പനീസിനെ പറ്റുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. Then group VAT registration is made in the name of a representative member, and this company is responsible for completing and submitting a single VAT return and paying VAT on behalf of the group. നമ്മളോട് പറയുന്നത് ഒരു റെപ്രസെന്റേറ്റീവ് മെമ്പർ ആയിരിക്കും നോർമൽ കേസിൽ. അത് പേരന്റ് കമ്പനി ആകണം എന്നൊന്നും ഒരിക്കലും കമ്പൽസറി ഇല്ല. അപ്പൊ നിങ്ങൾ ABC 3 പേര് വാറ്റ് ഗ്രൂപ്പ് മെമ്പേഴ്സ് ആണെങ്കിൽ 3 പേരിൽ ആരെങ്കിലും ഒരാളായിരിക്കാം റെപ്രസെന്റേറ്റീവ് മെമ്പർ. ഒരാൾ റെപ്രസെന്റേറ്റീവ് മെമ്പർ ആണെന്ന് കരുതി ആളുടെ റെസ്പോൺസിബിലിറ്റി അല്ല ഫുള്ളും. അതായത് വാറ്റ് ലയബിലിറ്റി എല്ലാവരുടെയും പേ ചെയ്യണം എന്നുള്ളത് ആളുടെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല. ആള് പേ ചെയ്തില്ലെങ്കിൽ എല്ലാവരും മ്യൂച്വലി ലയബിൾ ആയിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ആളാണ് സബ്മിറ്റ് ചെയ്യുക, ബട്ട് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും മ്യൂച്വലി ലയബിൾ ആയിരിക്കും. നമുക്കറിയാം ഒരു വാറ്റ് ഗ്രൂപ്പ് ഫോം ചെയ്യാൻ നോർമൽ കേസിൽ വേണ്ട ഹോൾഡിംഗ് എന്ന് പറയുന്നത് 50%. ഡയറക്റ്റ് ഹോൾഡിംഗ് മതി, ഇൻഡയറക്റ്റ് ഹോൾഡിംഗ് നമ്മൾ നോക്കുന്നില്ല. ഗ്രൂപ്പ് റിലീഫ് ഗ്രൂപ്പിലും ക്യാപിറ്റൽ ഗെയിൻ ഗ്രൂപ്പിലും ആണെങ്കിൽ ഇൻഡയറക്റ്റ് ഹോൾഡിംഗ് നോക്കും. ബട്ട് വാറ്റ് ഗ്രൂപ്പിൽ ഒരിക്കലും നമ്മൾ ഇൻഡയറക്റ്റ് ഹോൾഡിംഗ് നോക്കുന്നില്ല എന്നുള്ള കാര്യവും പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾ ഓൾറെഡി വാറ്റ് ഗ്രൂപ്പിൽ മെമ്പർ ആകുന്നത് UK രജിസ്റ്റേർഡ് കമ്പനി ആയിരിക്കണമെന്നും ഡയറക്റ്റ് ഹോൾഡിംഗ് 50 മതിയെന്നും. ഇൻഡയറക്റ്റ് ഹോൾഡിംഗ് നമ്മൾ ചെക്ക് ചെയ്യണ്ട എന്നും പറഞ്ഞു. എന്ന് നോക്കിയേ, A ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി ബി ലിമിറ്റഡിനെ അക്യൂർ ചെയ്തു 60%. ദെൻ ബി ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി സി ലിമിറ്റഡിനെയും അക്യൂർ ചെയ്തു. ഇവിടെ എ ബിനെ ഡയറക്ട്ലി മോർ ദാൻ 60 ഉണ്ട്, ബി സിനെയും ഡയറക്ട്ലി മോർ ദാൻ 60 ഉണ്ട്. ഇൻഡയറക്റ്റ് നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഇൻഡയറക്ട്ലി 60 × 60 36% ഉള്ളൂ. പക്ഷെ അത് നമ്മൾ ഒരിക്കലും ഇൻഡയറക്റ്റ് ഹോൾഡിംഗ് ചെക്ക് ചെയ്യണ്ട, ഡയറക്റ്റ് ഹോൾഡിംഗ് മാത്രം ചെക്ക് ചെയ്താൽ മതി. ഇനി ഒരു പോയിന്റും കൂടെ ഓർത്തിരിക്കുക. ഇതുണ്ടോ ഈ ഒരു ചാർട്ട് നോക്കിയാൽ നിങ്ങൾ, ഇവിടെ മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വല് 2 കമ്പനീനെ അക്യൂർ ചെയ്തിരിക്കുക. Y ലിമിറ്റഡ് ആൻഡ് Z ലിമിറ്റഡ് 2 കമ്പനീനെ അക്യൂർ ചെയ്തിരിക്കും. 80%, 70% ഒക്കെ ഉണ്ട്. ഡയറക്റ്റ് ഹോൾഡിംഗ് നമുക്കറിയാം 50 മതി അല്ലെ. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് Y ആൻഡ് Z ലിമിറ്റഡ് ക്യാൻ ഫോം എ വാറ്റ് ഗ്രൂപ്പ്. ഇവർക്ക് 2 പേർക്കും Yക്കും Zനും കൂടെ ഒരു വാറ്റ് ഗ്രൂപ്പ് ഫോം ചെയ്യാൻ പറ്റും. കാരണം മിസ്റ്റർ എക്സ് എന്ന് പറഞ്ഞ ഒരു ഇൻഡിവിജ്വല് 2 കമ്പനീനെ അക്യൂർ ചെയ്തിരിക്കുന്നു. സോ അവര് 2 പേരും കൂടെ ഒരു വാറ്റ് ഗ്രൂപ്പ് ഫോം ചെയ്യാൻ പറ്റും. Mr. X is the controlling link, although as an individual
he cannot be included in the VAT group. But Mr. Xന് ആളൊരു ഇൻഡിവിജ്വൽ ആണ്, അതിനാൽ തന്നെ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, VAT ഗ്രൂപ്പിൽ മെമ്പർ ആകാൻ പറ്റില്ല. ബട്ട് അതേസമയം ആ ഇൻഡിവിജ്വൽ അക്വയർ ചെയ്യുന്ന രണ്ട് കമ്പനീസുകൾ തമ്മിൽ VAT ഗ്രൂപ്പിൽ മെമ്പർ ആകാം. ആ ഒരു കാര്യവും പ്രത്യേകം ഓർത്തേക്കും. വരച്ച് മാർക്ക് ചെയ്തിട്ട് വേണം. ഇൻഡിവിജ്വല് രണ്ട് കമ്പനീനെ അക്വയർ ചെയ്ത ആ കമ്പനീസുകൾക്ക് തമ്മിൽ VAT ഗ്രൂപ്പിൽ മെമ്പർ ആകാം, ബട്ട് ഇൻഡിവിജ്വലിന് ആകാൻ പാടില്ല. പിന്നെ മറ്റൊരു കാര്യം പ്രത്യേകിച്ച് സെക്ഷൻ ബിയിലേക്കൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം എ ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനി, എ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി ബി ലിമിറ്റഡിനെ അക്വയർ ചെയ്തു, 90% അക്വയർ ചെയ്തു. 90% അക്വയർ ചെയ്തു എന്ന് കരുതി അവിടെ VAT ഗ്രൂപ്പ് ഫോം ചെയ്യുന്ന ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. അത് അവരുടെ ഇഷ്ടം. നിർബന്ധമായിട്ട് VAT ഗ്രൂപ്പ് ഫോം ചെയ്തേ പറ്റൂ, അങ്ങനെ ഒരു റൂളില്ല. ഇഷ്ടമുണ്ടെങ്കിൽ ഫോം ചെയ്താൽ മതി. അടുത്തത്, ഇങ്ങനെ VAT ഗ്രൂപ്പ് ഫോം ചെയ്താൽ അഡ്വാൻറ്റേജ്, ഇൻട്രാ ഗ്രൂപ്പ് സപ്ലൈസ് എലിമിനേറ്റ് ചെയ്യാം, അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് സേവ് ചെയ്യാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു 1 VAT റിട്ടേൺ സബ്മിറ്റ് ചെയ്താൽ മതി എന്നല്ലേ. അപ്പം എയും ബിയും കൂടെ കൂടി അവരിൽ ആരെങ്കിലും ഒരാൾ 1 VAT റിട്ടേൺ സബ്മിറ്റ് ചെയ്താൽ മതി. സോ അതിന്റെ മീനിങ് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് സേവ് ചെയ്യാം. പിന്നെ VAT ഗ്രൂപ്പിൽ മെമ്പർ ആണെങ്കിൽ ഇൻട്രാ ഗ്രൂപ്പ് സപ്ലൈസ് എലിമിനേറ്റ് ചെയ്യാം. അതിന്റെ മീനിങ് എന്താ, ഇപ്പൊ എ ലിമിറ്റഡ് ബിക്ക് എന്തെങ്കിലും സെയിൽ ചെയ്തു, എ ലിമിറ്റഡ് ബിക്ക് എന്തെങ്കിലും സെയിൽ ചെയ്തെങ്കിൽ എയുടെ സെയിൽസിൽ നിന്നും ബിയുടെ സെയിൽസിന്റെ ഇടയ്ക്ക്, അതുപോലെ തന്നെ ബിയുടെ പർച്ചേസിൽ നിന്നും എയിൽ നിന്ന് പർച്ചേസ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അതും ഇടയ്ക്ക്. സോ ഇൻട്രാ ഗ്രൂപ്പ് സപ്ലൈസ് എലിമിനേറ്റ് ചെയ്യും. ഓർക്ക് ക്ലിയർ ആയിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കണം, അവര് VAT ഗ്രൂപ്പിൽ രജിസ്റ്റർ ചെയ്തു എന്ന് തന്നെ പറയണം. അല്ലാണ്ട് ഇപ്പൊ 90% ഹോൾഡിംഗ് ഉണ്ട്, 80% ഹോൾഡിംഗ് ഉണ്ട് എന്ന് കരുതി VAT ഗ്രൂപ്പിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, കമ്പൽസറി അല്ല. ക്വസ്റ്റ്യനിൽ അങ്ങനെ പറഞ്ഞെങ്കിൽ മാത്രമേ ചെയ്യാവൂ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കും. ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മിസ്റ്റർ എക്സിന്റെ കേസോ, മിസ്റ്റർ എക്സ് ഇസ് ദ കൺട്രോളിംഗ് ലിങ്ക്, അതാണോ? ഓക്കെ, അതായത് ഒരു ഇൻഡിവിജ്വല് രണ്ട് കമ്പനീനെ അക്വയർ ചെയ്തു, ഒരു ഇൻഡിവിജ്വല് രണ്ട് കമ്പനീനെ അക്വയർ ചെയ്തെങ്കിൽ ഈ ഇൻഡിവിജ്വലിന് ഒരിക്കലും VAT ഗ്രൂപ്പിൽ മെമ്പർ ആകാൻ പറ്റില്ല. വൈക്കും ഇസഡിനും VAT ഗ്രൂപ്പിൽ മെമ്പർ ആകാം, ഇവര് തമ്മിൽ VAT ഗ്രൂപ്പ് മെമ്പേഴ്സ് ആകാം. മിസ്റ്റർ എക്സ് ഇതിലൊരാളല്ല, ബട്ട് എങ്കിലും ഒരു ഇൻഡിവിജ്വൽ രണ്ട് കമ്പനീനെ അക്വയർ ചെയ്തെങ്കിൽ ആ കമ്പനീസുകൾ തമ്മിൽ VAT ഗ്രൂപ്പ് ഫോം ചെയ്യാം. മിസ്റ്റർ എക്സിന് മെമ്പർ ആകാൻ പറ്റില്ല VAT ഗ്രൂപ്പ്. നിങ്ങളുടെ കപ്ലാൻ റിവിഷൻ ഷീറ്റിലെ ക്വസ്റ്റ്യൻ നമ്പർ 285, കപ്ലാൻ റിവിഷൻ ഷീറ്റിലെ ക്വസ്റ്റ്യൻ നമ്പർ 285 ഇത് നോക്കിയിട്ട് ഇതിൽ ആരൊക്കെയാ VAT ഗ്രൂപ്പ് മെമ്പേഴ്സ് എന്ന് പറയും. നമ്പർ 285 ആരൊക്കെയാണ് VAT ഗ്രൂപ്പ് മെമ്പേഴ്സ്? ഓക്കെ, എ ബി സി നമുക്കറിയാം. ഇവിടെ കണ്ടോ, ഒരു ഇൻഡിവിജ്വൽ ആണ് എയിനെയും ബിനെയും സിനെയും ഒക്കെ അക്വയർ ചെയ്തിരിക്കുന്നത്. അപ്പം ഇൻഡിവിജ്വൽ VAT ഗ്രൂപ്പിൽ മെമ്പർ ആവില്ല. ഡി എന്ന് പറയുന്നത് ഒരു ഓവർസീസ് കമ്പനിയാണ്, സോ അതുകൊണ്ട് ഡിയും മെമ്പർ ആവില്ല. പിന്നെ ഇവിടെ ബി സിനെ 60% ഉള്ളൂ. നമുക്കറിയാം ഇൻഡയറക്റ്റ് ഹോൾഡിംഗ് ഒന്നും നമുക്ക് നോക്കില്ല, ഡയറക്റ്റ് ഹോൾഡിംഗ് മോർ ദാൻ 50 ഉണ്ടോ എന്ന് മാത്രമേ ചെക്ക് ചെയ്യുള്ളൂ. സോ therefore എ ബി സി 3 പേരായിരിക്കും VAT ഗ്രൂപ്പിൽ മെമ്പേഴ്സ്. നെക്സ്റ്റ് പോയിന്റ്, ഡി കമ്പനിയുടെ മാനേജ്മെന്റും കൺട്രോളും UK-ലാന്ന് പറഞ്ഞാൽ അത് നമുക്ക് UK റെസിഡന്റ് എടുക്കാൻ പറ്റുമോ? പറ്റും. ഇത് ഫ്രഞ്ച് കമ്പനി ആയതുകൊണ്ടാ, ഓവർസീസ് കമ്പനി ആയതുകൊണ്ടാ VAT ഗ്രൂപ്പിൽ വരാത്തത്. ഓക്കെ മാം. Then deregistration, voluntary deregistration and compulsory deregistration. Voluntary deregistration എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നെക്സ്റ്റ് 12 മന്തിനുള്ളിൽ നമ്മുടെ ടാക്സബിൾ സപ്ലൈസ് 83,000 എബോവ് ആവില്ല എങ്കിൽ, നെക്സ്റ്റ് 12 മന്തിനുള്ളിൽ നമ്മുടെ ടാക്സബിൾ സപ്ലൈസ് മോർ ദാൻ 83,000 ആവില്ല എങ്കിൽ നമുക്ക് നോർമൽ കേസിൽ എന്താണ്, നമുക്ക് ഉറപ്പായിട്ടും അറിയാം നെക്സ്റ്റ് 1 ഇയറിനുള്ളിൽ എന്റെ ടാക്സബിൾ സപ്ലൈസ് എബോവ് ആവില്ല.
അങ്ങനെയാണെങ്കിൽ നമുക്ക് വോളണ്ടറി ആയിട്ട് ഡീരജിസ്റ്റർ ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. ഇനി കമ്പൽസറി ഡീരജിസ്ട്രേഷൻ ഒക്കെ ആകുന്നത് നമ്മൾ ട്രേഡ് സീസ് ചെയ്യുമ്പോഴാണ് കമ്പൽസറി ഡീരജിസ്ട്രേഷൻ ആകുക. ട്രേഡ് സീസ് ചെയ്യുമ്പോൾ. ഇനി അപ്പൊ ഒരു കാര്യം കൂടെ ഓർക്കുക, നമ്മൾ HMRCനെ ട്രേഡ് സീസ് ചെയ്താൽ വിത്തിൻ 30 days, അത് ഓർത്തിരിക്കേണ്ടതാണ്. ട്രേഡ് സീസ് ചെയ്താൽ വിത്തിൻ 30 daysനുള്ളിൽ നമ്മൾ HMRCനെ നോട്ടിഫൈ ചെയ്യണം എന്നുള്ള ഒരു കാര്യം ഓർക്കുക. അതുപോലെ തന്നെ വാറ്റ് രജിസ്ട്രേഷൻ ക്യാൻസൽ ആകുന്നത് ട്രേഡ് കണ്ടോ അറ്റ് ദ ഡേറ്റ് ഓഫ് സെസഷൻ, ട്രേഡ് സീസ് ചെയ്യുന്ന ഡേറ്റിൽ തന്നെ വാറ്റ് രജിസ്ട്രേഷൻ ക്യാൻസൽ ആകും. HMRCനെ ഇൻഫോം ചെയ്യേണ്ട കറക്റ്റ് 30 day പീരീഡ്, ആ ഒരു പോയിന്റും പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. ഇനി എഫക്റ്റീവ് ഡീരജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇന്നാണ് നിങ്ങൾ ട്രേഡ് സീസ് ചെയ്യുന്നതെങ്കിൽ ഇന്നത്തെ ഡേറ്റിൽ നിങ്ങളുടെ കയ്യിലുള്ള അതായത് ഗുഡ്സിന്റെയും നോൺ കറണ്ട് അസറ്റ്സിനും ഒക്കെ നമ്മൾ എന്ത് കൊടുക്കണം? ഔട്ട്പുട്ട് പാറ്റ് കൊടുക്കണം. അങ്ങനെ ഔട്ട്പുട്ട് പാറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. ഔട്ട്പുട്ട് പാറ്റിന്റെ എമൗണ്ട് ലെസ് ദാൻ 1000 ആണെങ്കിൽ പേ ചെയ്യണമെന്ന് കമ്പൽസറി ഇല്ല. അല്ല എങ്കിൽ നമ്മൾ ഷുവറായിട്ട് എന്ത് ചെയ്തിരിക്കണം? പേ ചെയ്തിരിക്കണം. ഒരിക്കൽ കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. നമ്മൾ ഇന്ന് ട്രേഡ് സീസ് ചെയ്യുന്നു. ഇന്നത്തെ ഡേറ്റിൽ നിന്നുകൊണ്ടും നമ്മൾ നോർമൽ കേസിൽ നമ്മുടെ കയ്യിൽ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഗുഡ്സിന്റെയും നോൺ കറണ്ട് അസറ്റ്സിനും നമ്മൾ എന്ത് കൊടുക്കണം? ഔട്ട്പുട്ട് പാറ്റ് കൊടുക്കണം. ഔട്ട്പുട്ട് പാറ്റിന്റെ എമൗണ്ട് ലെസ് ദാൻ 1000 ആണെങ്കിൽ നമ്മൾ പേ ചെയ്യണമെന്ന് കമ്പൽസറി ഇല്ല. മോർ ദാൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? നമ്മൾ ഓൾറെഡി പേ ചെയ്തിരിക്കുകയും ചെയ്യണം. അതെന്തിനാ അങ്ങനെ ചെയ്യുന്നത്? എന്തിനാ ചെയ്യുന്നതെന്നോ? എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നീ ഇപ്പൊ ഒരു 100,000ന്റെ ഗുഡ്സ് പർച്ചേസ് ചെയ്തു. ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോഴേ നീ ഓൾറെഡി എന്ത് ചെയ്യും? ഇൻപുട്ട് പാറ്റ് ക്ലെയിം ചെയ്യും, ശരിയല്ലേ? 100,000നും നീ 20% ഇൻപുട്ട് പാറ്റ് ക്ലെയിം ചെയ്ത് വെച്ചില്ലേ? ഇത് ശരിക്കും എപ്പോഴാണ് ടാക്സ് അതോറിറ്റിക്ക് കിട്ടുന്നത്? എപ്പോഴാണ് നീ ടാക്സ് അതോറിറ്റിയിൽ നിന്ന് 100,000 × 20% മേടിച്ചു വെക്കുന്നത്? ടാക്സ് അതോറിറ്റിക്ക് എപ്പോഴാണ് അത് കിട്ടുന്നത്? ആക്ച്വലി നീ ഫ്യൂച്ചറിൽ ഇത് സെയിൽ ചെയ്യുമ്പോഴല്ലേ നിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തെടുക്കുന്നേ, ആണോ? അതെ. പക്ഷെ നീ സെയിൽ ചെയ്ത് തീർക്കുന്നതിന് മുൻപ് നീ ട്രേഡ് സീസ് ചെയ്തെങ്കിൽ പിന്നെ ഇനി അതിലൂടെ ഒരു സെയിൽ വന്നിട്ട് അവർക്ക് വാറ്റ് കളക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ നീ അതിന് മുമ്പ് സെയിൽ ചെയ്യുന്നതിന് മുൻപ് നീ ട്രേഡ് സീസ് ചെയ്തെങ്കിൽ ആ ഒരു ടൈമിൽ എന്ത് ചെയ്തിരിക്കണം എന്ന്, അതിന്റെ സെയിൽ ചെയ്യുന്ന സമയത്ത് നിന്റെ കയ്യിൽ ഓൾറെഡി നീ ക്ലെയിം ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻപുട്ട് വാറ്റിനെല്ലാം തിരിച്ച് വാറ്റ് കൊടുക്കണം. എന്നാലേ ടാക്സ് അതോറിറ്റിയുടെ കയ്യിലേക്ക് അത് കിട്ടത്തുള്ളൂ. അതിനു വേണ്ടി Question number 287. Question number 287. Kaplan. Vikram ceased trading 17th June 23. Trade cease ചെയ്യുന്നത് 17th June. അപ്പൊ നമുക്കറിയാം എന്തായാലും HMRCനെ ഇൻഫോം ചെയ്യേണ്ട ഡേറ്റ് വന്നെങ്കിൽ 16th July 23, വിത്തിൻ 30 days. 16th July. Vikram should have notified HM Revenue and Customs that he has ceased to make taxable supplies by 30th July. ഇവര് പറയുക 30th July ആണ്. So that is false. 16th July ഇൻഫോം ചെയ്യണം. Then Vikram must account for output tax on the value of non-current asset and inventory held at the date of deregistration and on which a deduction for input tax has previously been claimed unless this would result in a liability below 83,000. നമ്മളോട് പറഞ്ഞേ ട്രേഡ് സീസ് ചെയ്യുവാണെങ്കിൽ അന്ന് നമ്മൾ ഹോൾഡ് ചെയ്തിരിക്കുന്ന നോൺ കറന്റ് അസറ്റ്സിനും ഇൻവെന്ററിക്ക് ഔട്ട്പുട്ട് പാറ്റ് കൊടുക്കണം. ബട്ട് നമ്മളോട് പറയുന്നത് ഔട്ട്പുട്ട് പാറ്റിന്റെ അല്ലെങ്കിൽ ലയബിലിറ്റി എമൗണ്ട് ലെസ് ദാൻ 1000 ആണെങ്കിൽ കൊടുക്കണ്ടെന്നാ, അല്ലെങ്കിൽ 83,000 അല്ല ലിമിറ്റ്. 83,000 എന്തിന്റെ ലിമിറ്റാ? വോളണ്ടറി ഡീരജിസ്ട്രേഷന്റെ ലിമിറ്റ് ആണ് 83,000. ലിമിറ്റുകളൊക്കെ പ്രത്യേകം ഓർത്തിരുന്നേ. പ്രീ-രജിസ്ട്രേഷൻ ഇൻപുട്ട് വാറ്റ്. പ്രീ-രജിസ്ട്രേഷൻ ഇൻപുട്ട് വാറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. നമ്മൾ ഇന്നാണ് വാറ്റിൽ രജിസ്റ്റർ ചെയ്തെങ്കിൽ ഇന്നത്തെ ഡേറ്റിൽ നിന്നും ബാക്കിലേക്ക് 4 yearsനുള്ളിൽ നമ്മുടെ ബിസിനസ്സിലേക്ക് എന്തെങ്കിലും ഗുഡ്സോ നോൺ കറന്റ് അസറ്റ്സോ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇൻപുട്ട് വാറ്റ് നമുക്ക് റിക്കവർ ചെയ്യാം. ബട്ട് ഒരു കണ്ടീഷൻ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് ഇറ്റ് സോൾഡ് ഓർ കൺസ്യൂംഡ് പ്രയർ ടു രജിസ്ട്രേഷൻ. രജിസ്ട്രേഷന് മുൻപ് അത് കൺസ്യൂം ചെയ്യാനോ സെയിൽ ചെയ്യാനോ പാടില്ല. അല്ലാണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ
നമുക്ക് ഇൻപുട്ട് വാറ്റ് റിക്കവർ ചെയ്യാൻ പറ്റും. ഇന്നത്തെ ഡേറ്റിൽ നിന്നും നമ്മൾ വാറ്റിൽ രജിസ്റ്റർ ചെയ്തു, ആ ഡേറ്റിൽ നിന്നും ബാക്കിലേക്ക് 4 ഇയേഴ്സിനുള്ളിൽ നമ്മൾ പർച്ചേസ് ചെയ്ത ഗുഡ്സിന്റെയും നോൺ കറണ്ട് അസറ്റ്സിന്റെയും ഇൻപുട്ട് വാറ്റ് നമുക്ക് റിക്കവർ ചെയ്യാം. ബട്ട് കണ്ടീഷൻ എന്താ? ഇന്ന് രജിസ്റ്റർ ചെയ്യുന്ന ഡേറ്റിൽ തന്നെ ഈ പറയുന്ന ഗുഡ്സും ഇൻവെന്ററി ഒക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. കൺസ്യൂം ചെയ്യാണ്ടും സെയിൽ ചെയ്യാണ്ടും നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഡക്ട് ചെയ്യാൻ പറ്റും. ബട്ട് സർവീസ് എക്സ്പെൻസുകൾ വരുമോ അതില്? ഏതാ എക്സ്പെൻസുകൾ വരുമോ? എക്സ്പെൻസസ് ഇല്ല. ഗുഡ്സ് ആ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ അതടാ സർവീസസിന്റെ പോയിന്റ് ഓഫ് വ്യൂ വരും. ഇപ്പൊ നിനക്ക് ഒരു അഡ്വർടൈസ്മെന്റ് വന്നു, അല്ലെങ്കിൽ ഒരു ലീഗൽ കോസ്റ്റ് വന്നു, അതൊക്കെ സർവീസ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പൊ ഈ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന ഭാഗമായിട്ട് എന്തെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും വന്നാലൊന്നും വരില്ലേക്കല്ലേ? അത് വരില്ല. ലീഗൽ ചാർജസ്, അഡ്വർടൈസ്മെന്റ് കോസ്റ്റ്, അതൊക്കെയാണ് കൂടുതലും സർവീസ് കോസ്റ്റ് ആയിട്ട് കയറി വരുന്നത്. അല്ലെങ്കിൽ അല്ലാതെ എന്തെങ്കിലും സർവീസ് ചാർജസ് എന്നൊക്കെ പറയുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആ ഒരു കാറ്റഗറിയിലേക്ക് വരിക. അല്ല, ഗുഡ്സിനോട് ബന്ധപ്പെട്ട എക്സ്പെൻസുകൾ വന്നാലും നമ്മൾ എടുക്കണ്ടല്ലേ? വേണ്ട. ട്രാൻസ്പോർട്ടേഷനും സർവീസ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേറ്റിംഗ് ടു ബിസിനസ് ആണ്. കൂടുതലും നമ്മൾ കാണുന്നത് അഡ്വർടൈസ്മെന്റ്, പിന്നെ കണ്ടിരിക്കുന്ന ലീഗൽ ഫീസ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് അതൊക്കെയാണ് നോർമലി വരുന്നത് സർവീസിന്റെ കാറ്റഗറിയിൽ. കമ്പ്യൂട്ടർ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുന്ന അതിന്റെ അഡീഷണൽ എക്സ്പ്ലനേഷനിലേക്ക് ഞാൻ വരുമോ? ഓക്കെ. അപ്പം നമ്മൾ നോർമൽ കേസിൽ അപ്പൊ ഞാൻ പറഞ്ഞു ഗുഡ്സ്, സർവീസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഇനി അവിടെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു പോയിന്റ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്വസ്റ്റ്യനിൽ ഇങ്ങനെ പറയും ഹയർ ഓഫ് ഓഫീസ് എക്യുപ്മെന്റ്. ഹയർ ഓഫ് ഓഫീസ് എക്യുപ്മെന്റ്, അതായത് ഒരു ഓഫീസ് എക്യുപ്മെന്റ് ഹയർ ചെയ്തു. ഇതിനെ ഏതായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുള്ളതാണ് അടുത്ത ഡൗട്ട്. ഒരു ഓഫീസ് എക്യുപ്മെന്റ് ഹയർ ചെയ്തു എന്ന് പറഞ്ഞാൽ ഏത് ഹെഡിൽ എടുക്കും? സർവീസ് ആയിട്ട് എടുക്കുമോ, ഗുഡ്സ് ആയിട്ട് എടുക്കും? ഏതായിരിക്കും എടുക്കുക? ഗുഡ്സ് ആണോ? റെക്കോർഡിംഗ് ഒക്കെ കേട്ടിട്ടായിരിക്കണേ തോന്നുക. ഗുഡ്സ് ആണോന്നോ? BPP-കാർ അതിനെ ഗുഡ്സ്, നമ്മളെ നോർമൽ കേസിൽ ഗുഡ്സ് ആക്കിയത്, അതായത് നോൺ കറണ്ട് അസറ്റ്. ഗുഡ്സ് അല്ല, ഓഫീസ് എക്യുപ്മെന്റില് BPP-കാർ അത് ഓൾറെഡി അതിനെ ഓഫീസ് എക്യുപ്മെന്റ് എന്നുള്ള രീതിയിൽ, അതായത് നോൺ കറണ്ട് അസറ്റ് എടുത്തത്. അതുപോലെ തന്നെ പക്ഷെ നമ്മുടെ കപ്ലാൻ കിറ്റില് അവരതിനെ സർവീസ് എടുത്തേക്കും. നമുക്കറിയാം ഹയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് നോർമലി സ്മോൾ വാല്യൂ ആയിരിക്കും. നമ്മൾ ലീസിന് എടുക്കുക എന്നുള്ളൊരു വാല്യൂ, ആക്ച്വലി പർച്ചേസ് അല്ല. സ്മോൾ വാല്യൂ 20 പൗണ്ട്, 15 പൗണ്ട്, 12 പൗണ്ടിനൊക്കെ ഹയർ ചെയ്തു. അപ്പം എൻ്റെ ഒരു സജഷനും അത് സർവീസ് എന്നുള്ള രീതിയിൽ എടുക്കാനാണ് എൻ്റെയും ഒരു സജഷൻ. കാരണം അത് സ്മോൾ വാല്യൂ ആണ്. ബട്ട് ഞാൻ പറഞ്ഞു BPP കിറ്റ് നിങ്ങൾ നോക്കിയാൽ അതിനെ അവർ നോൺ കറണ്ട് അസറ്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഓപ്ഷനിൽ സർവീസിന്റെ ഉണ്ട്, ബട്ട് അവരെടുത്തിരിക്കുന്ന അതിനെ നോൺ കറണ്ട് അസറ്റ് ആയിട്ടും ഈ സെയിം കാര്യം തന്നെ കപ്ലാൻ കിറ്റിൽ അവർ അതിനെ സർവീസ് ആയിട്ടുമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നത്. നിങ്ങൾ എടുക്കുമ്പോൾ അതിനെ സർവീസ് ആക്കിക്കൊള്ളുക. കാരണം സ്മോൾ വാല്യൂ ആണ് ഹയർ എന്നൊക്കെ പറയുമ്പോൾ. പർച്ചേസ് ആണെങ്കിൽ കുറച്ചുകൂടെ ഹ്യൂജ് വാല്യൂ ആയിരിക്കും ഒരു നോൺ കറണ്ട് അസറ്റ് പർച്ചേസ് ചെയ്തു എന്ന് പറഞ്ഞു. ഇനി മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, അവിടെ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കാം. പ്രീ രജിസ്ട്രേഷൻ ഇൻപുട്ട് വാറ്റിന്റെ അവിടെ എവിടെയെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഇഫ് ദർ ഇസ് നോ വാറ്റ് ഇൻവോയ്സ്, if there is no VAT invoice, then there is no pre-registration VAT recoverable. If there is no VAT invoice, then there is no pre-registration VAT recoverable. No proper evidence. പ്രോപ്പർ എവിഡൻസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഒന്നും ഇല്ല എങ്കിൽ, അതായത് ഇപ്പം എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാല് നിങ്ങൾ ഇന്ന് വാറ്റിൽ രജിസ്റ്റർ ചെയ്തു, അപ്പൊ അതിനു മുൻപ് നിങ്ങൾ ഒരു അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് വന്നു. അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് ആണ് നമ്മൾ സർവീസ് ആയിട്ട് എടുക്കും. ബട്ട് ഈ അഡ്വർടൈസ്മെന്റ് വന്നിരിക്കുന്ന എക്സ്പെൻസ് നിങ്ങൾ ക്യാഷ് ആയിട്ടാണ് കൊടുത്തത്. ദാറ്റ് മീൻസ് നിങ്ങൾ ക്യാഷ് കൊടുത്തതിന് പ്രത്യേകിച്ച് പ്രൂഫ് ഒന്നുമില്ല, റെസിപ്റ്റോ കാര്യങ്ങളോ ഒന്നും നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല എന്നും അതിന്റെ ഇൻപുട്ട് വാറ്റ് റിക്കവർ ചെയ്യാൻ പാടില്ല. കാരണം നിങ്ങളപ്പം ടാക്സ് അതോറിറ്റിക്കെല്ലാം അറിയാം, ഇങ്ങനെ പ്രോപ്പർ എവിഡൻസ് ഒന്നും ഇല്ലാത്തതിന് കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ എക്സ്പെൻസുകളും അല്ലെങ്കിൽ ഗുഡ്സ് ഒക്കെ പർച്ചേസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചെന്ന് വരും. ബട്ട് നമ്മളോട് പറയണത് ഇതിനൊക്കെ അല്ലെങ്കിൽ ഇത്ര എക്സ്പെൻസ് വന്നു, ഗുഡ്സ് ആകുമ്പോൾ പിന്നെ ഗുഡ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. എക്സ്പെൻസ് ഒക്കെ അത് വന്നു ഇത് വന്നു എന്നൊക്കെ പറഞ്ഞ ഡിഡക്റ്റീവ്, അതായത് സർവീസ് ചാർജുകൾ. അതുകൊണ്ടാണ് പറയുന്നത് അതിനൊക്കെ ഒരു പ്രോപ്പർ എവിഡൻസ് ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ പറ്റുള്ളൂ. Then tax point.
ടാക്സ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ നോർമൽ കേസിൽ ഗുഡ്സിന്റെ കേസിലും സർവീസസിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്. എപ്പോഴും നമ്മൾ ഫസ്റ്റ് ബേസിക് ടാക്സ് പോയിന്റ് ആണ് ഐഡന്റിഫൈ ചെയ്യുക. ദ ഡേറ്റ് ദാറ്റ് ദേ ആർ കളക്ടഡ്, ഡെലിവേർഡ്, ഡെസ്പാച്ച് ഓർ മെയ്ഡ് അവൈലബിൾ ടു ദ കസ്റ്റമേഴ്സ്. The date that they are collected, delivered or made available to the customers. And service ആണെങ്കിൽ the date that they are completed. സർവീസ് ആണെങ്കിൽ കംപ്ലീറ്റ് ആയിരിക്കുന്ന ഡേറ്റ്. ഇതാണ് ബേസിക് ടാക്സ് പോയിന്റ്. അപ്പം ഇതിലെ നമ്മൾ ബേസിക് ടാക്സ് പോയിന്റ് ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കി ഐഡന്റിഫൈ ചെയ്യാം. അതിനുശേഷമാണ് നമ്മൾ ആക്ച്വൽ ടാക്സ് പോയിന്റിലേക്ക് പോവുക. ആക്ച്വൽ ടാക്സ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇഫ് വാറ്റ് ഇൻവോയ്സ് ഇസ് ഇഷ്യൂഡ് ഓർ പേയ്മെന്റ് റിസീവ്ഡ് ബിഫോർ ദ ബേസിക് ടാക്സ് പോയിന്റ്. ബേസിക് ടാക്സ് പോയിന്റിന്റെ ബിഫോർ ആണോ വാറ്റ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തത് അല്ലെങ്കിൽ പേയ്മെന്റ് റിസീവ് ചെയ്തത്, ഇതിലേതെങ്കിലും ബിഫോർ ആണെങ്കിൽ ആ ബിഫോർ വന്നിരിക്കുന്ന ഡേറ്റ് അല്ലെങ്കിൽ ഏർലിയർ വന്നിരിക്കുന്ന ഡേറ്റ് ആണ് എന്ത്, ആക്ച്വൽ ടാക്സ് പോയിന്റ്. ഇനി അത് സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ ഇഫ് വാറ്റ് ഇൻവോയ്സ് ഇസ് ഇഷ്യൂഡ് വിത്തിൻ 14 days ആഫ്റ്റർ ദ ബേസിക് ടാക്സ് പോയിന്റ് കഴിഞ്ഞ് വിത്തിൻ 14 daysനുള്ളിലാണോ ഇഷ്യൂ ചെയ്യുന്നത്, അപ്പം അങ്ങനെയാണെങ്കിൽ അതാണ് എന്ത്, ആക്ച്വൽ ടാക്സ് പോയിന്റ്. ഈ രണ്ട് പോയിന്റ് സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ ബേസിക് ടാക്സ് പോയിന്റ് തന്നെ ആയിരിക്കും ആക്ച്വൽ ടാക്സ് പോയിന്റ്. ഞാൻ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് 3 ക്വസ്റ്റ്യൻ നിങ്ങളെ ക്ലാസ് ചെയ്യിച്ചിട്ടുണ്ട്. മാക്സിമം അതിൽ കൂടുതൽ വേറെ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും വരാനില്ല. ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. ആ 3 ക്വസ്റ്റ്യനും ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് മാത്രമേ വരാൻ ചാൻസ് ഉള്ളൂ. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പോകുന്നത് നിങ്ങളുടെ അപ്ലൈ ആൻഡ് റിവിഷൻ കിറ്റിലെ ക്വസ്റ്റ്യൻ നമ്പർ 288 നോക്കിയ അപ്ലൈ ആൻഡ് റിവിഷൻ കിറ്റിലെ ക്വസ്റ്റ്യൻ നമ്പർ 288. Padma received an order for goods on 20th October 23. The goods were delivered to the customer on 20th December 23. നമുക്കറിയാം ഗുഡ്സ് ഡെലിവേർഡ് അതാണ് എന്തെന്ന് പറയുക, ബേസിക് ടാക്സ് പോയിന്റ്. 20th December 23. Then, and Padma sent the invoice for 1000 on 15th January 24. Invoice issue date 15th January 24. And the customer paid on 5th February. Payment received 5th February 24. നമുക്കറിയാം if VAT invoice is issued or payment received before the basic tax point. പറയാം പോയിന്റ് ഒന്നും സാറ്റിസ്ഫൈ ചെയ്തില്ല. സോ അടുത്തത് നമ്മൾ നോക്കേണ്ടത് if VAT invoice is issued within 14 days after the basic tax point. ബേസിക് ടാക്സ് പോയിന്റ് കഴിഞ്ഞ് വിത്തിൻ 14 daysനുള്ളിലാണോ നമ്മൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുക. അതും സാറ്റിസ്ഫൈ ചെയ്തില്ല. 2 പോയിന്റ് സാറ്റിസ്ഫൈ ചെയ്യാത്തത് കൊണ്ട് ബേസിക് ടാക്സ് പോയിന്റ് തന്നെ ആയിരിക്കും എന്തെന്ന് പറയുക, ആക്ച്വൽ ടാക്സ് പോയിന്റ് എന്ന് പറയും. യെസ്, 20th December 23. അപ്പൊ മാം ഫസ്റ്റ് 20th October എന്ന് പറഞ്ഞത് എന്താ ഡേറ്റ്? ഏതാടാ അത്? നീ ഓർഡർ കൊടുത്ത ദിവസം. പത്മ റിസീവ്ഡ് ആൻ ഓർഡർ ഫോർ ഗുഡ്സ്, ജസ്റ്റ് ഓർഡർ കൊടുത്തുള്ളൂ. ചില ക്വസ്റ്റ്യനിൽ പറയും ഓർഡറും കൊടുത്തു ഒരു 10% ഡിപ്പോസിറ്റ് കൊടുത്തു എന്നൊക്കെ പറയും. അത് ഓരോ ക്വസ്റ്റ്യനും ഡിഫറെന്റ്. ഇവിടെ ജസ്റ്റ് നീ ഓർഡർ കൊടുത്ത ഡേറ്റ് മാത്രമേ ഉള്ളൂ. ഇവിടെ നീ പേയ്മെന്റ് കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ബേസിക് ടാക്സ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ദ ഗുഡ്സ് ദാറ്റ് ദേ ആർ ഡെലിവേർഡ്, കളക്ടഡ് ഓർ മെയ്ഡ് അവൈലബിൾ ടു ദ കസ്റ്റമേഴ്സ് ഓർ ഡെസ്പാച്ച്, ഈ ഡേറ്റുകളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ മാം ആ ഡേറ്റിന് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ആൻസർ വരാം? അങ്ങനെയാണെങ്കിൽ ചില ക്വസ്റ്റ്യനിൽ എന്താന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ നിന്നോട് ചിലപ്പോൾ ഇവിടെ പറയും പത്മ റിസീവ്ഡ് ആൻ ഓർഡർ ഫോർ ഗുഡ്സ് 20 ഓർഡർ ആൻഡ് 10% ഡിപ്പോസിറ്റ് ഓൺ 20th October 23 എന്ന് പറയും. അപ്പൊ അങ്ങനെയാണ് നിങ്ങൾക്ക് 2 റിക്വയർമെന്റ്. ഇപ്പം 10% ഡിപ്പോസിറ്റിന്റെയും കണ്ടുപിടിക്കേണ്ടി വരും, നിനക്ക് ബാലൻസിങ് പേയ്മെന്റിന്റെ 2 ആക്ച്വൽ ടാക്സ് പോയിന്റ് കണ്ടുപിടിക്കേണ്ടി വരും. നിങ്ങളുടെ ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ അത് ചെയ്തതാണ്. നിങ്ങളുടെ BPP റിവിഷൻ കിറ്റിന്ന് ക്വസ്റ്റ്യൻ നമ്പർ 256 ഓൾറെഡി ചെയ്ത ഇല്ലേ, ചെയ്തില്ലായിരുന്നു? 10% ഡിപ്പോസിറ്റിന്റെയും ബാലൻസിങ് പേയ്മെന്റിന്റെയും 2ന്റെയും വെച്ച് 2ന്റെ സെപ്പറേറ്റ് പോണം. ബേസിക് ടാക്സ് പോയിന്റ് ആൻഡ് ഇൻവോയ്സ് കൺസിഡർ ചെയ്യുന്നു. അത് ഏതാ ഉദ്ദേശിച്ചേ? ഫസ്റ്റ് പോയിന്റിന്റെ കാര്യമാണ് പറഞ്ഞത്. നമ്മള് ബേസിക് ടാക്സ് പോയിന്റുമായിട്ട്
നമ്മള് ഇപ്പൊ അതിലേതായാലും ബേസിക് ടാക്സ് പോയിന്റ് ബിഫോർ ആണ് ചിലപ്പോൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റും അല്ലെങ്കിൽ പേയ്മെന്റ് റിസീവ് ചെയ്ത്. ചില സമയത്ത് രണ്ടും ഏർലിയസ്റ്റ് വരും. രണ്ടും ഏർലിയസ്റ്റ് വരുമെങ്കിൽ ആ രണ്ട് എണ്ണത്തിലെ ഏർലിയസ്റ്റ് ഡേറ്റ് എടുക്കണം ആക്ച്വൽ ടാക്സ് പോയിന്റ് ആയിട്ട്. മാം അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ 18th ഓഗസ്റ്റ് അല്ലേ വരിക ഡെപ്പോസിറ്റില്? ഏതാ ഇപ്പൊ ഈ കാണിച്ചതിലാണോ? ആ ഇതാണോ? ആ ആ ഇതിലിപ്പം ഈ ക്വസ്റ്റ്യനിലാണെങ്കിൽ നീ എന്ത് ചെയ്യണം? രണ്ട് ആക്ച്വൽ ടാക്സ് പോയിന്റ് കണ്ടുപിടിക്കണം. 10% ഡിപ്പോസിറ്റിന്റെയും കണ്ടുപിടിക്കണം, അതുപോലെ 90% ബാലൻസിങ് പേയ്മെന്റും കണ്ടുപിടിക്കണം. നിന്റെ ഇതിലെ ബേസിക് ടാക്സ് പോയിന്റ് ഏതാ? ഡെസ്പാച്ച് ഡേറ്റേ വരത്തുള്ളൂ. ബേസിക് ടാക്സ് പോയിന്റ് ഒന്നിലും മാറില്ല. 26 ഓഗസ്റ്റ് എന്നുള്ളതായിരിക്കും എപ്പോഴും ബേസിക് ടാക്സ് പോയിന്റ്. ഇനി ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റിന് മാറ്റം വരികയില്ല. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ഇത് കണ്ടോ, ഇൻവോയ്സ് വാസ് സെൻഡ് ഓൺ 2nd September ആയി, 2nd September ആയി. ഇനി ഇതിൽ ആ പേയ്മെന്റ് റിസീവ്ഡിന്റെ ഡേറ്റ് ആണ് രണ്ടിടത്ത് മാറാൻ പോണത്. ഇവിടുത്തെ ആദ്യത്തെ നിന്റെ 10% ഡിപ്പോസിറ്റിന്റെ ഡേറ്റ് 18th ഓഗസ്റ്റും 90% ഡിപ്പോസിറ്റ് റിസീവ് ചെയ്ത് 10th September എന്നുമായി. കണ്ടോ, ഇങ്ങനെ രണ്ടായിട്ട് ചെയ്യണം. അപ്പൊ ഇവിടെ ബേസിക് ടാക്സ് പോയിന്റ് ബിഫോർ അല്ലേ നമ്മുടെ പേയ്മെന്റ് റിസീവ് ചെയ്ത ഡേറ്റ്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 10% ഡിപ്പോസിറ്റിന്റെ ആക്ച്വൽ ടാക്സ് പോയിന്റ് 18th ഓഗസ്റ്റ് വരും. ഇനി വീണ്ടും 90% ഡിപ്പോസിറ്റ് നമ്മൾ വീണ്ടും കണ്ടുപിടിക്കണം. ബേസിക് ടാക്സ് പോയിന്റ് ബിഫോർ ആണ് ഇത് രണ്ടും നോക്കും, അല്ല. പിന്നെ നമ്മൾ നോക്കും ബേസിക് ടാക്സ് പോയിന്റ് കഴിഞ്ഞ് വിത്തിൻ 14 ഡേയ്സിനുള്ളിലാണോ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തതെന്ന് നോക്കും. അതെ, അതുകൊണ്ട് ഇൻവോയ്സ് ഇഷ്യൂ ഡേറ്റ് ആയി ആക്ച്വൽ ടാക്സ് പോയിന്റ്. 90% ആക്ച്വൽ ടാക്സ് പോയിന്റ് 2nd September ആയി. കിട്ടിയോ? മിസ്സേ ആ ഡിപ്പോസിറ്റിന്റെ ഒന്നും കൂടെ ഒന്ന് പറയോ? 10%യോ? അത് വരുന്ന സമയത്ത് അത് ഇപ്പൊ നിനക്ക് 26 ഓഗസ്റ്റിലെ ബേസിക് ടാക്സ് പോയിന്റ് ഈ 3 ഡേറ്റുകൾ നീ ഐഡന്റിഫൈ ചെയ്തില്ലേ? ചെയ്തോ? 10% ഡിപ്പോസിറ്റ് നിനക്ക് കിട്ടിയ ഡേറ്റ് 18th ഓഗസ്റ്റാ. ഇത് കണ്ടോ? അപ്പൊ നമ്മൾ നോക്കേണ്ടത് ഇഫ് വാറ്റ് ഇൻവോയ്സ് ഇസ് ഇഷ്യൂഡ് ഓർ പേയ്മെന്റ് റിസീവ്ഡ് ബിഫോർ ദ ബേസിക്, ഈ 26 ഓഗസ്റ്റിന് മുൻപാണോ വാറ്റ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തതോ അല്ലെങ്കിൽ അതിന്റെ പേയ്മെന്റ് കിട്ടിയ ഡേറ്റോ അതിന് മുൻപാണോ എന്ന് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത് നിന്റെ ആക്ച്വൽ ടാക്സ് പോയിന്റ് ആയി. മുമ്പല്ലല്ലോ, 26/8 കിട്ടിയേ. 26-ാം തീയതി കഴിഞ്ഞിട്ടല്ലേ 18? അല്ല 18 കഴിഞ്ഞിട്ടല്ലേ 26 വരുന്നേ? ഒന്നുകൂടെ റൂൾ വായിച്ച് പറഞ്ഞടാ. അല്ല ബിഫോർ അല്ലേ മിസ് പറഞ്ഞേ? ബിഫോർ അല്ലേടാ, ബിഫോർ ഡേറ്റ് അല്ലേ നിന്റെ ബേസിക് ടാക്സ് പോയിന്റ് ബിഫോർ അല്ലേ 18th ഓഗസ്റ്റ് എന്ന് പറയണേ? അല്ല 18th ഓഗസ്റ്റിന് മുമ്പല്ലേ നോക്കണ്ടേ? അല്ലടാ, ബേസിക് ടാക്സ് പോയിന്റ് കമ്പയർ ചെയ്യേണ്ടത്. ഇഫ് വാറ്റ് ഇൻവോയ്സ് ഇസ് ഇഷ്യൂഡ് ഓർ പേയ്മെന്റ് ഈസ് റിസീവ്ഡ് ബിഫോർ ദ ബേസിക് ടാക്സ് പോയിന്റ്, ബേസിക് ടാക്സ് പോയിന്റ് ബിഫോർ ആണോന്ന്. ഡിപ്പോസിറ്റിന്റെ ഡേറ്റ് നോക്കേണ്ട ആവശ്യമില്ല അല്ലേ? ഇല്ല, ഡിപ്പോസിറ്റിന്റെ ഡേറ്റ് നിന്റെ ബേസിക് ടാക്സ് പോയിന്റ് ബേസ് നീ എപ്പോഴും എല്ലായിടത്തും ബേസിക് ടാക്സ് പോയിന്റ് അതിന്റെ മുൻപാണോന്ന് അല്ലേ? എന്നിട്ട് ബാക്കി 90% വരുമ്പോഴും അതേപോലെ തന്നെ നോക്കുക. ഈ സെയിം റൂള് തന്നെ 1, 2, 3 തന്നെ പോണം. 1ഉം 2ഉം സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിലാണ് ബേസിക് ടാക്സ് പോയിന്റ് തന്നെ ആക്ച്വൽ ടാക്സ് പോയിന്റ്. സെപ്പറേറ്റ് ആയിട്ട് വീണ്ടും തുടങ്ങണം. അതന്നെ. അപ്പൊ 90% സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിലും നമ്മൾ ബേസിക് ടാക്സ് പോയിന്റ് ആയിരിക്കും നമ്മൾ എടുക്കുക അല്ലേ? 90% സാറ്റിസ്ഫൈ ചെയ്തോ? 90%ന്റെ പേയ്മെന്റ് വരുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ബേസിക് റേറ്റ് ലിമിറ്റ് തന്നെ എടുക്കുക. അത് തന്നെ. സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ 26 ഓഗസ്റ്റ് ആയി മാറും. യെസ്. ഞാൻ ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യിച്ചില്ലടാ, ഒരു ആൽബിൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. മിസ് ഒക്കെ മറന്നുപോയി മിസ്, അതാണ് ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഡൗട്ട് ക്ലിയറൻസ് സെക്ഷനിൽ അങ്ങനെ നിങ്ങൾ ഇത് ക്ലിയർ ആയില്ലെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെയൊക്കെ അഡീഷണൽ ക്വസ്റ്റ്യനിലേക്ക് പോയതാണല്ലോ. പാറ്റിന്റെ അതിന് ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻ വെച്ചിട്ട് എത്ര ദിവസമായി? ഒരാഴ്ചയോ? ഇപ്പം വേറെ നോക്കുന്നതുകൊണ്ട് നോക്കാൻ സമയം കിട്ടിയില്ല. ബാക്കിയുള്ളത് നോക്കുന്നതുകൊണ്ട് ഇത് നോക്കാൻ സമയം കിട്ടിയില്ല. അപ്പൊ ഇത് അതുപോലത്തെ ഒരു എക്സാമ്പിൾ അല്ലായിരുന്നു ഇപ്പൊ ഇതിൽ കാണിച്ചത്. ഇതിൽ പിന്നെ ഒറ്റ ഡേറ്റ് ആയിരുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ കപ്ലാനി നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ഇല്ലേ, അതവിടെ 10% ഡിപ്പോസിറ്റിന് 90% ഇല്ലായിരുന്നു, ഒറ്റ കേസ് ഉള്ളായിരുന്നു. ആ ക്വസ്റ്റ്യനിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ വാറ്റ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റും അല്ലെങ്കിൽ പേയ്മെന്റ് റിസീവ് ചെയ്ത ഡേറ്റും രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യാത്തതുകൊണ്ട് ബേസിക് ടാക്സ് പോയിന്റ് തന്നെയാണ് ആക്ച്വൽ ടാക്സ് പോയിന്റ് ആയി. 10% ഡിപ്പോസിറ്റിന്റെ കേസ് ആയാലും 90% ഡിപ്പോസിറ്റ് ആയാലും എല്ലാം അങ്ങനെ തന്നെ.
മാം ഈ ഓർഡർ റിസീവ്ഡ് എങ്ങും കൺസിഡർ ചെയ്യണ്ടല്ലോ അല്ലേ? വേണ്ട വേണ്ട. അതപ്പം നീ ഓർത്തോണേ, ഈ ഓർഡർ റിസീവ് ചെയ്ത ഡേറ്റിന്റെ കൂടെ ചിലപ്പോൾ ഡിപ്പോസിറ്റ് 20% ഒക്കെ കിട്ടിയെന്ന് പറഞ്ഞെങ്കിൽ അത് നീ കൺസിഡർ ചെയ്തോണം. ഓക്കെ മാം. ഓർഡർ റിസീവ് ചെയ്തതും ഡിപ്പോസിറ്റ് റിസീവ് ചെയ്തതും ചിലപ്പോൾ ഒരു ദിവസം ആകാം നിനക്ക്. ഓക്കെ. മനസ്സിലായി? അങ്ങനെയാണ്. ഇത് കണ്ടോ, ഈ സെന്റൻസ് നോക്കിയേ. ഇപ്പൊ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ, ജെറോം ഈസ് എ വാറ്റ് രജിസ്റ്റേർഡ് ട്രേഡർ ഹു റിസീവ്ഡ് ആൻ ഓർഡർ ഫോർ ഗുഡ്സ് വിത്ത് എ 10% ഡിപ്പോസിറ്റ്. കണ്ടോ, ഓർഡർ കിട്ടിയതും 10% ഡിപ്പോസിറ്റ് കിട്ടിയതും 18 ഓഗസ്റ്റ് അല്ലേ? അതെ അതെ. അങ്ങനെ ക്വസ്റ്റ്യൻ പറഞ്ഞെങ്കിൽ പിന്നെ അത് തന്നെയല്ലേ. ഓക്കെ. Then miscellaneous point, ഡിസ്കൗണ്ട് നമുക്ക് പറഞ്ഞാൽ അറിയാം. നോർമൽ കേസിൽ നമ്മൾ എന്തെങ്കിലും ഗുഡ്സ് നമ്മളെ നോർമൽ കേസിൽ ഡിസ്കൗണ്ടിന് കൊടുത്തെന്ന് വരാം, നമ്മുടെ കസ്റ്റമേഴ്സിന് ഡിസ്കൗണ്ടിന് കൊടുത്തെന്ന് വരാം. അങ്ങനെ നമ്മുടെ കസ്റ്റമേഴ്സിന് എന്തെങ്കിലും ഗുഡ്സ് ഡിസ്കൗണ്ടിന് കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി എന്താണോ നമ്മൾ റിസീവ് ചെയ്തേ ആ എമൗണ്ടിന് നമ്മൾ വാറ്റ് കൊടുത്താൽ മതി. ആക്ച്വലി എന്താണോ നമ്മൾ റിസീവ് ചെയ്തേ അതിന് മാത്രം നമ്മൾ വാറ്റ് കൊടുത്താൽ മതി. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. അപ്പൊ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ പറയും, നിങ്ങളൊരു 1,50,000 സെയിൽ നടത്തി, ഓൾറെഡി കസ്റ്റമേഴ്സിന് നിങ്ങളൊരു 5% ഡിസ്കൗണ്ട് കൊടുത്തിരുന്നു, 5% ഡിസ്കൗണ്ട് കൊടുത്തു. ദെൻ എന്നിട്ട് നിങ്ങൾ ഓൾറെഡി പറയുന്നത് ചിലപ്പോൾ പറയണ 20 ഡേയ്സിനുള്ളിൽ പേ ചെയ്യുവാണെങ്കിൽ 5% ഡിസ്കൗണ്ട് തരാമെന്ന. ക്വസ്റ്റ്യനിൽ പറയുക 70% കസ്റ്റമേഴ്സ് ഓഫർ അക്സെപ്റ്റ് ചെയ്തു, 70% കസ്റ്റമേഴ്സ് ഓഫർ അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ പറയുവാണെങ്കിൽ നമ്മൾ നോർമലി ചെയ്യുന്നപ്പം ഒരു കാര്യം ഓർത്തോണേ, ഇൻക്ലൂസീവ് ആണോ എക്സ്ക്ലൂസീവ് ആണോ എന്ന് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോണം. ഞാൻ എക്സ്ക്ലൂസീവ് എന്നുള്ള അസംഷനിലാണ് പറഞ്ഞു പോണത്, അതെല്ലായ്പ്പോഴും ശ്രദ്ധിച്ചോണം. 1,50,000 ഇൻറ്റു 95%, 5% ഡിസ്കൗണ്ട്. സോ 1,50,000 ഇൻറ്റു 95% ഇൻറ്റു 70% ഇൻറ്റു 20% പ്ലസ് 1,50,000 ഇൻറ്റു 30% ഇൻറ്റു 20%. നമുക്കറിയാം ഇവിടെ 70% കസ്റ്റമേഴ്സ് ആദ്യം ഓഫർ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൂ, 30% അക്സെപ്റ്റ് ചെയ്തില്ല. അപ്പൊ അവരുടെ കയ്യിൽ നമ്മൾ ഫുള്ളും റിസീവ് ചെയ്യും. ഇത് രണ്ടും കൂടെ സം ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് വാറ്റ് റിലേറ്റിംഗ് ടു ഡിസ്കൗണ്ട്. Then motor expense, പറയാം നമ്മൾ നോർമൽ കേസിൽ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഒരു മോട്ടോർ കാർ പർച്ചേസ് ചെയ്തു. നോർമലി നമുക്കറിയാം ഒരു മോട്ടോർ കാർ പർച്ചേസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു അസംഷൻ എപ്പോഴും ബോത്ത് ബിസിനസ് ആൻഡ് പ്രൈവറ്റ് പർപ്പസ് എന്നുള്ളതായിരിക്കും. ബോത്ത് ബിസിനസ് ആൻഡ് പ്രൈവറ്റ് പർപ്പസ് എങ്കിൽ നോ ഔട്ട്പുട്ട് വാറ്റ് ആൻഡ് നോ ഇൻപുട്ട് വാറ്റ്. അതായത് നമ്മൾ ബോത്ത് ബിസിനസ് ആൻഡ് പ്രൈവറ്റ് പർപ്പസിന് വേണ്ടി ഒരു കാർ പർച്ചേസ് ചെയ്താൽ ഇൻപുട്ട് വാറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഈ സെയിം കാർ നമ്മൾ ഫ്യൂച്ചറിൽ സെയിൽ ചെയ്താൽ ഔട്ട്പുട്ട് വാറ്റ് നമ്മൾ പേ ചെയ്യുകയും വേണ്ട. അപ്പോൾ ഉടനെ നിങ്ങളുടെ ഡൗട്ട്, only for business purpose ആണെങ്കിലോ? only for business purpose ആണെങ്കിൽ സെയിൽ ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് വാറ്റും പർച്ചേസ് ചെയ്യുമ്പോൾ ഇൻപുട്ട് വാറ്റും ക്ലെയിം ചെയ്യാം. ബട്ട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നോർമൽ കേസിൽ വരാറുള്ളത് ബോത്ത് ബിസിനസ് ആൻഡ് പ്രൈവറ്റ് പർപ്പസ് എന്നുള്ള രീതിയിലായിരിക്കും വരിക. അത് പ്രത്യേകം ശ്രദ്ധിച്ചോളുക. ബട്ട് മോട്ടോർ കാറിന് ഔട്ട്പുട്ട് വാറ്റ് എലിജിബിൾ അല്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളൊരു വാൻ പർച്ചേസ് ചെയ്തു, മോട്ടോർ വാൻ പർച്ചേസ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ലോറി പർച്ചേസ് ചെയ്തു എന്നൊക്കെ ക്വസ്റ്റ്യൻ പറഞ്ഞെങ്കിൽ ഇതിനൊക്കെ എന്ത് എലിജിബിളാ? ഇതിനൊക്കെ വാറ്റ് എലിജിബിളാ. വാറ്റ് ഇല്ലാത്തത് ഏതിന് മാത്രമാണ്? മോട്ടോർ കാർ ബോത്ത് ബിസിനസ് ആൻഡ് പ്രൈവറ്റ് യൂസ് ചെയ്യുന്ന സിറ്റുവേഷനിലാണ് വാറ്റ് ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. Then if the car is used for business purpose, then any VAT charge on repairs and maintenance costs to be treated as input tax. അതായത് നിങ്ങൾ ഈ ബോത്ത് ബിസിനസ് ആൻഡ് പ്രൈവറ്റ് പർപ്പസ് യൂസ് ചെയ്തിരിക്കുന്ന കാറ്, അതിന് നിങ്ങൾക്ക് ഒരു റിപ്പയർസോ മെയിൻ്റനൻസോ വന്നു എന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഫുൾ ഇൻപുട്ട് വാറ്റും നിങ്ങൾക്ക് ഡിഡക്റ്റ് ചെയ്യാം. ഫുൾ ഇൻപുട്ട് വാറ്റും അവിടെ ബിസിനസ് എന്നോ പ്രൈവറ്റ് എന്നോ നിങ്ങളെ തെറ്റിക്കാൻ അപ്പോർഷൻ ചെയ്ത് പറയും. ബട്ട് നിങ്ങൾ അതൊന്നും അപ്പോർഷൻ ചെയ്യണ്ട എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഒരിക്കൽ കൂടി പറയുന്നു, ബോത്ത് ബിസിനസ് ആൻഡ് പ്രൈവറ്റ് പർപ്പസിന് വേണ്ടി നിങ്ങൾ ഒരു കാർ പർച്ചേസ് ചെയ്തിരുന്നു, അതിന് നിങ്ങൾക്ക് ഇൻപുട്ട് വാറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഈ സെയിം കാറിന് നിങ്ങൾക്കൊരു റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് വന്നു, അങ്ങനെയാണെങ്കിൽ റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസിന് വന്നിരിക്കുന്ന എക്സ്പെൻസ് നിങ്ങൾക്ക് ഇൻപുട്ട് വാറ്റ് ആയിട്ട് ഡിഡക്റ്റ് ചെയ്യാം. ബട്ട് ഓർക്കുക, അതിന് ബിസിനസ് ആൻഡ് പ്രൈവറ്റ് പർപ്പസ് ആണെങ്കിലും അങ്ങനെ ഒന്നും അപ്പോർഷൻ ചെയ്യേണ്ട. ഫുൾ ഇൻപുട്ട് വാറ്റും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും?
റിക്കവർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഡിഡക്ട് ചെയ്യാൻ പറ്റും. മിസ്റ്റേ മോട്ടോർ കാർ എക്സംപ്റ്റ് ആവുന്നത് CGT മാത്രല്ലേ? അല്ലടാ, ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്താടാ, മോട്ടോർ കാറ് നീ പർച്ചേസ് ചെയ്ത വാറ്റിലും എങ്ങനെയാന്ന് ഇപ്പൊ പറഞ്ഞു ഇത്ര നേരം? എക്സംപ്റ്റ് അല്ലേ? വാറ്റിൽ എപ്പോഴും ഇടാ ബോത്ത് ബിസിനസ് ആൻഡ് പ്രൈവറ്റിന് നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വരാൻ 98% ചാൻസും നീ ഒരു മോട്ടോർ കാർ ബോത്ത് ബിസിനസ് ആൻഡ് പ്രൈവറ്റ് യൂസ് ചെയ്തു എന്നാണ്. അങ്ങനെയാണെങ്കിൽ നോ ഔട്ട്പുട്ട് വാറ്റ് ആൻഡ് നോ ഇൻപുട്ട് വാറ്റ്. ഓക്കെ, അപ്പൊ ബോത്ത് ബിസിനസ് ആൻഡ് പ്രൈവറ്റിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എക്സംപ്റ്റ് ആണ്. റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് വന്നാലല്ലേ മാം അപ്പൊ അവിടെ കൺസിഡർ ചെയ്യാം? ഈ ബോത്ത് ബിസിനസ് ആൻഡ് പ്രൈവറ്റ് യൂസ് ചെയ്യുന്ന ഈ മോട്ടോർ കാറിന് തന്നെ ഒരു റിപ്പയർസ് വന്നാൽ ആ റിപ്പയർസിന്റെ എക്സ്പെൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇൻപുട്ട് വാറ്റ് ആയിട്ട് ക്ലെയിം ചെയ്യാം. ബട്ട് മോട്ടോർ കാർ പർച്ചേസ് ചെയ്താൽ അതിന് ഇൻപുട്ട് വാറ്റ് ഡിഡക്ട് ചെയ്യാൻ പറ്റില്ല. ഈ മോട്ടോർ കാർ സെയിൽ ചെയ്താൽ അതിന് നിങ്ങൾ ഔട്ട്പുട്ട് വാറ്റും കൊടുക്കണ്ട. മോട്ടോർ കാർ പറഞ്ഞാലും നിങ്ങളുടെ പറഞ്ഞടാ, ബിസിനസ് യൂസിന് മാത്രമായിട്ട് യൂസ് ചെയ്യുന്ന പറഞ്ഞാലും എക്സംപ്റ്റ് ആയിരിക്കും അല്ലേ? അല്ല, ബിസിനസ് യൂസ് എന്ന് നിന്നോട് എടുത്ത് പറഞ്ഞെങ്കിൽ അതിന് സെയിൽ ചെയ്യുമ്പോൾ നിനക്ക് ഔട്ട്പുട്ട് വാറ്റ് കൊടുക്കണം, പർച്ചേസ് ചെയ്യുമ്പോൾ നിനക്ക് ഇൻപുട്ട് വാറ്റ് ക്ലെയിം ചെയ്യാം. ബട്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുക, വാറ്റിന്റെ ഏരിയയിൽ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് കൂടുതൽ ബോത്ത് ബിസിനസ് ആൻഡ് പ്രൈവറ്റ് എന്നുള്ള വേർഡ് പറയാൻ ചാൻസ് കൂടുതൽ. ഒൺലി ഫോർ ബിസിനസ് എന്ന് പറയാനുള്ള ചാൻസ് ഇല്ല. ഒൺലി ഫോർ ബിസിനസ് എന്ന് പറഞ്ഞെങ്കിൽ എടുത്തോ നീ. മീൻസ് എടുത്തോ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് വാറ്റ് പേ ചെയ്യണം, ഇൻപുട്ട് വാറ്റ് നിനക്ക് ഡിഡക്റ്റും ചെയ്യാം. ഓക്കെ, അപ്പൊ എക്സംപ്റ്റ് എന്ന് പറയുന്നത് ആകെ ബിസിനസ് ആൻഡ് പ്രൈവറ്റ് യൂസ് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ. അപ്പോ ജനറലി പറഞ്ഞാടാ, വാറ്റിന്റെ അകത്ത് മോട്ടോർ കാർ എക്സംപ്റ്റ് ആണ്, CGT-ക്കകത്ത് മോട്ടോർ കാർ എക്സംപ്റ്റ് ആണ്. നമ്മൾ എക്സംപ്റ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യല്ലോ. അത് തന്നെ അങ്ങനെയാന്നാ പറഞ്ഞത്. ജനറലി നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് മോട്ടോർ കാർ CGT-ലും വാറ്റിലും എക്സംപ്റ്റ് ആണ്. കാരണം വാറ്റിന്റെ അകത്തും ക്വസ്റ്റ്യനില് ബോത്ത് ബിസിനസ് ആൻഡ് പ്രൈവറ്റ് പർപ്പസിന് മോട്ടോർ കാർ യൂസ് ചെയ്തു എന്നായിരിക്കും പറയാൻ ചാൻസ് ഉള്ളൂ എന്ന് എക്സാം പോയിന്റ് ഓഫ് വ്യൂല്. അപ്പൊ പിന്നെ മോട്ടോർ കാർ എക്സംപ്റ്റ് അല്ലേ? ഓക്കെ, അപ്പൊ റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് മാത്രം വരുമ്പോൾ എടുത്താൽ മതി. ഈ ബോത്ത് ബിസിനസ് ആൻഡ് പ്രൈവറ്റ് യൂസ് ചെയ്ത മോട്ടോർ കാർ ആണെങ്കിലും അതിന് റിപ്പയർസോ മെയിൻ്റനൻസോ വന്നാൽ അതിന് നിനക്ക് ഇൻപുട്ട് വാറ്റ് ക്ലെയിം ചെയ്യാം. അവിടെ ബിസിനസ് എന്നോ പ്രൈവറ്റ് എന്നോ നീ അപ്പോർഷൻ ചെയ്യണ്ട. ഓക്കെ, പക്ഷെ മോട്ടോർ വാനും ലോറിയും വന്നാൽ എങ്ങനെയാ? മോട്ടോർ സൈക്കിൾ വന്ന എക്സംപ്റ്റ് അല്ലേ? മോട്ടോർ സൈക്കിൾ വന്നാൽ അതെ, മോട്ടോർ വാനും മോട്ടോർ ലോറിയും വന്നാൽ, അല്ല ലോറിയും വന്നാൽ അത് നോർമൽ കേസിൽ എന്തായിരിക്കും? ഔട്ട്പുട്ട് വാറ്റും, സെയിൽ ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് വാറ്റും പർച്ചേസ് ചെയ്യുമ്പോൾ ഇൻപുട്ട് വാറ്റും ഒക്കെ വരും. വേറെ എന്താ ചോദിക്കാൻ വന്നേ? മാം നമ്മൾ ആ ഫസ്റ്റ് കേസ് അപ്പം 0 ഇൻഡിക്കേറ്റ് ചെയ്യണോ എവിടെ? എക്സാമിലും? സെക്ഷൻ സി ആണ് നീ 0 ഇൻഡിക്കേറ്റ്, സെക്ഷൻ സിയിലാണെങ്കിൽ 0 ഇൻഡിക്കേറ്റ് ചെയ്യേണ്ടി വരും. അതിപ്പോ ഇൻപുട്ട് സെക്ഷൻ ബിയിൽ ചിലപ്പോൾ നിന്നോട് ചോദിക്കാം, സെക്ഷൻ ബി സിനാരിയോ ക്വസ്റ്റ്യൻ നിന്നോട് ചോദിക്കാം മോട്ടോർ കാറിന്റെ ഔട്ട്പുട്ട് വാറ്റ് എത്രയെന്ന് ചോദിച്ചാൽ 0. ഓക്കെ. അല്ലെങ്കിൽ മോട്ടോർ കാറിന്റെ ഇൻപുട്ട് വാറ്റ് എത്രയാന്ന് ചോദിച്ചാൽ 0 അല്ലേ? മിസ്സേ, നമ്മൾ ഈ സെക്ഷൻ സിയുടെ ക്വസ്റ്റ്യന്റെ ചിലത് കാണൂലേ, നോട്ട് വന്നിട്ട് നമ്മൾ എന്താ കറക്റ്റ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളത് കാണിക്കൂലേ? സെക്ഷൻ സി അത് ശരിക്കും തരത്തില്ലല്ലോ അങ്ങനെ. സെക്ഷൻ സി എന്നാണ് നീ പറഞ്ഞത്? അതെ, ചില ക്വസ്റ്റ്യന്റെ ഒരു റിക്വയർമെന്റ് തന്നിട്ട് അടിയിൽ ഇപ്പൊ തന്നെ ചോദിക്കൂലേ, യു ആർ സപ്പോസ് ടു പ്രിപ്പയർ ഇൻ അക്കൗണ്ട് ആണ്, നിങ്ങൾ ഓപ്പണിംഗ് ഫിഗർ ഇന്ന് വെച്ച് തുടങ്ങണം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കൂലേ? അത് ശരിക്കും തരത്തില്ലല്ലോ ഒരു എക്സാമിന്. നമ്മൾ തന്നെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട്. ഇംഗത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂ അല്ലേ നീ പറഞ്ഞേ? അല്ല, അത് എവിടേക്കും കണ്ടിട്ടുണ്ട്. അത് ഓപ്പണിംഗ് ആയിട്ട് തുടങ്ങുക എന്നൊക്കെ പറഞ്ഞ ട്രേഡിംഗ് ഇംഗത്തിന്റെ ഏരിയാസിലാണ്. അതല്ലാതെ എന്തൊക്കെ പ്രിപ്പയർ അതൊക്കെ അങ്ങനെ പറയും, അതൊക്കെ റിയൽ എക്സാമിനും അങ്ങനെ തന്നെ പറയും, ഇന്നതിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറയും. ഓക്കെ, ഏതൊക്കെ അക്കൗണ്ടാ പ്രിപ്പയർ ചെയ്യേണ്ടതൊക്കെ പറയായിരിക്കല്ലോ അവര്. ടാക്സ് അഡ്ജസ്റ്റ് നീ FR-ലേക്ക് വല്ലതും കയറി പറയുന്നുണ്ടല്ലോ? ഇല്ലല്ലോ അല്ലേ? അല്ല മാം, ഇത് തന്നെയുള്ള കിറ്റുകൾ കണ്ടിട്ടുണ്ട്. ടാക്സ് അഡ്ജസ്റ്റഡ് ട്രേഡിംഗ് പ്രോഫിറ്റ് അതൊക്കെ ആ പറഞ്ഞ പോലെ തന്നെ ക്വസ്റ്റിനും തന്നെ. ഓക്കെ. Then ഫ്യൂവലിന്റെ 3 കേസസ് ആണ് ഞാൻ കഴിഞ്ഞ ദിവസവും ഡീറ്റെയിൽ പോയതാ, ഒരിക്കൽ കൂടി ഡീറ്റെയിൽ പോകുന്നു. അതായത് ഫ്യൂവല് നമ്മൾ നോർമൽ കേസിൽ ബിസിനസ് പർപ്പസിന് വേണ്ടി മാത്രമാണ് ഫ്യൂവൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് നമ്മൾ ഇൻപുട്ട് ടാക്സ് ആയിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാം. ഔട്ട്പുട്ട് വാറ്റിലൊന്നും കാണിക്കുന്നില്ല, ഓൺലി ഫോർ ബിസിനസ് പർപ്പസ് ആണ് ഇൻപുട്ട് ടാക്സ് ആക്കുന്നത്. അത് ഫസ്റ്റ് സിറ്റുവേഷൻ, ഓൺലി ഫോർ ബിസിനസ് പർപ്പസ് ആണ്.
സെക്കൻഡ് കേസ് എന്താന്ന് വെച്ചാൽ ബിസിനസ് പർപ്പസും പ്രൈവറ്റ് പർപ്പസും കൂടെ വന്നു. അപ്പം എംപ്ലോയി പ്രൈവറ്റ് പ്രൊപ്പോർഷൻ റീഇംബേഴ്സ് ചെയ്തു. എംപ്ലോയി ആളുടെ പ്രൈവറ്റ് പ്രൊപ്പോർഷൻ യൂസ് ചെയ്ത് റീഇംബേഴ്സ് ചെയ്തെങ്കിൽ ആ പ്രൈവറ്റ് പ്രൊപ്പോർഷൻ ഔട്ട്പുട്ട് വാറ്റ് ആയിട്ടും ഫുൾ ഫ്യൂവൽ എക്സ്പെൻസ് ഇൻപുട്ട് വാറ്റ് ആയിട്ടും ചെയ്യും. ഫുൾ ഫ്യൂവൽ എക്സ്പെൻസ് ഇൻപുട്ട് വാറ്റ് ആയിട്ടും ചെയ്യും. അതായത് ബിസിനസ്സും പ്രൈവറ്റും ഇൻപുട്ട് വാറ്റ് ആയിട്ട് ചെയ്യും. ആൻഡ് ദ തേർഡ് കേസ് എംപ്ലോയി ഒന്നും റീഇംബേഴ്സ് ചെയ്തില്ല. എംപ്ലോയി അതായത് ബോത്ത് ബിസിനസ് ആൻഡ് പ്രൈവറ്റ് പർപ്പസിന് എംപ്ലോയിക്ക് കൊടുത്തു, പക്ഷെ എംപ്ലോയി ഒന്നും റീഇംബേഴ്സ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ നോർമൽ കേസിൽ നിങ്ങൾക്ക് ഫ്യൂവൽ സ്കെയിൽ ചാർജ് ക്വസ്റ്റ്യൻ തരും. കാറിന്റെ CO2 എമിഷനെ ബേസ് ചെയ്ത് ഡയറക്ട്ലി ഫ്യൂവൽ സ്കെയിൽ ചാർജ് തരാതിരിക്കില്ല. അപ്പം അങ്ങനെ തരുവാണെങ്കിൽ ഫ്യൂവൽ സ്കെയിൽ ചാർജ് നമ്മൾ ഔട്ട്പുട്ട് വാറ്റ് ആയിട്ടും ഫുൾ ഫ്യൂവൽ എക്സ്പെൻസ് ഇൻപുട്ട് വാറ്റ് ആയിട്ടും എടുക്കാം. ഫ്യൂവൽ സ്കെയിൽ ചാർജ് ഔട്ട്പുട്ട് വാറ്റ് ആയിട്ടും ഫുൾ ഫ്യൂവൽ എക്സ്പെൻസ് ഇൻപുട്ട് വാറ്റ് ആയിട്ടും എടുക്കുക. അവിടെയും ഒരു കാര്യം പ്രത്യേകം ഓർത്തോണം, ഇൻക്ലൂസീവ് ആണോ എക്സ്ക്ലൂസീവ് ആണോ എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഇൻക്ലൂസീവ് ആണോ എക്സ്ക്ലൂസീവ് ആണോ. ഇനി നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ 1-2 കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും റിലവന്റ് വാറ്റ് സ്കെയിൽ ചാർജ് അതുപോലെ തന്നെ വാറ്റ് ഫ്യൂവൽ സ്കെയിൽ ചാർജ്, റിലവന്റ് വാറ്റ് സ്കെയിൽ ചാർജ് എന്നോ റിലവന്റ് വാറ്റ് ഫ്യൂവൽ സ്കെയിൽ ചാർജ് എന്നോ പറഞ്ഞാൽ ഇതിന്റെ മീനിങ് ഇത് ഇൻക്ലൂസീവ് ഫിഗർ എന്നായിരിക്കും. ഇതിന്റെ മീനിങ് ഇത് ഇൻക്ലൂസീവ് ഫിഗർ. റിലവന്റ് വാറ്റ് സ്കെയിൽ ചാർജ് എന്നോ വാറ്റ് ഫ്യൂവൽ സ്കെയിൽ ചാർജ് എന്നോ പറഞ്ഞാൽ അതിന്റെ മീനിങ് അത് ഇൻക്ലൂസീവ് ഫിഗർ എന്നായിരിക്കും. അവിടെ ഇപ്പം ഇൻക്ലൂസീവ് ആണോ എക്സ്ക്ലൂസീവ് ആണോ എന്ന് പറയണമെന്നില്ല, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിക്കോ, അത് ഇൻക്ലൂസീവ് ഫിഗർ ആയിരിക്കും. Then next point, relief of impairment losses. അതായത് നിങ്ങൾക്കറിയാം ഇമ്പയർമെന്റ് ലോസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് ഓൾറെഡി നിങ്ങൾക്കറിയാം. ഇമ്പയർമെന്റ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി ക്രെഡിറ്റ് സെയിൽ നടത്തി, ബട്ട് ക്രെഡിറ്റ് സെയിൽ നടത്തിയെങ്കിലും നിങ്ങൾക്ക് വാറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റിയില്ല. അതാണ് ഇമ്പയർമെന്റ് ലോസ് എന്ന് പറയുന്നത്. അപ്പം ഇമ്പയർമെന്റ് ലോസ് നമുക്ക് റിലീഫ് കിട്ടുക നമ്മൾ ജനറലി പറയും, നമ്മൾ എന്നാണോ ഡ്യൂ ഡേറ്റിൽ നിന്ന് ഫ്രണ്ടിലേക്ക് 6 months വരും. എന്നാണോ ഡ്യൂ ഡേറ്റിൽ നിന്ന് ഫ്രണ്ടിലേക്ക് 6 months വരുന്നു, ആ ഒരു ക്വാർട്ടറിൽ നിങ്ങൾക്ക് ഇൻപുട്ട് വാറ്റായിട്ട് റിക്കവർ ചെയ്യാം എന്നാണ് പറയുക. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഡ്യൂ ഡേറ്റിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യുക, അവിടുന്ന് ഫ്രണ്ടിലേക്ക് 6 months നിങ്ങൾക്ക് ഓൾറെഡി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇൻപുട്ട് വാറ്റ് റിക്കവർ ചെയ്യാം ആ ഒരു ടൈം പീരീഡിൽ എന്നാ പറയുക. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഒരു ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് 10th June 2023 ആയിരുന്നു ഒരു ഡ്യൂ ഡേറ്റ്. നമുക്കറിയാം 10th June ആണ് ഡ്യൂ ഡേറ്റ് എങ്കിൽ നോർമൽ കേസിൽ പറയുന്നത് 10th June 2023 നിന്ന് ഫ്രണ്ടിലേക്ക് 6 months, ജൂൺ ടു ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ശരിക്കും 10th December 23 ആയപ്പോൾ 6 months ആയി. അതായത് 31st December 23 ക്വാർട്ടറിൽ നമുക്ക് നോർമലി ഇൻപുട്ട് വാറ്റ് റിക്കവർ ചെയ്യാം അല്ലെങ്കിൽ ഡിഡക്ട് ചെയ്യാം. ബട്ട് നിങ്ങളിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന അസ്യൂം ചെയ്യുക 31st March 24 ക്വാർട്ടർ ആണെന്ന് അസ്യൂം ചെയ്യുക. 31st March 24 ക്വാർട്ടർ. അപ്പൊ എന്നിട്ട് ആ ക്വസ്റ്റ്യനിൽ പറയുക ഓൾറെഡി ഇങ്ങനെ ഒരു ഇമ്പയർമെന്റ് ലോസ് വന്നിരുന്നു, ബട്ട് നിങ്ങൾ ഡിസംബറിലാണ് ചെയ്യേണ്ടത്, പക്ഷെ എങ്കിൽ പോലും അന്ന് ട്രേസ് ചെയ്തില്ല അല്ലെങ്കിൽ അന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ ക്വസ്റ്റ്യനിൽ പറഞ്ഞെങ്കിൽ ഓർത്തിരിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ മാർച്ചാണ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്കിൽ പോലും അന്നത്തെ ഇൻപുട്ട് വാറ്റിന്റെ സെക്ഷനിൽ അല്ലെങ്കിൽ ആ ക്വാർട്ടറിൽ
നിങ്ങൾക്ക് ഇൻപുട്ട് വാറ്റ് എന്ന് പറഞ്ഞ് ഡിഡക്ഷൻ അലൗഡ് ആയിരിക്കും. ഡിസംബറിലായിരുന്നു ആകേണ്ടത്, ബട്ട് എങ്കിലും അതിനുശേഷമുള്ള ക്വാർട്ടറിലാണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടൈം പീരീഡിൽ റിക്കവർ ചെയ്യാം. കണ്ടോ, റിലീഫ് ക്ലെയിം മസ്റ്റ് ബി മെയ്ഡ് വിത്തിൻ 4 years ഓഫ് ദ ടൈം ഓഫ് ദ ഇമ്പയർമെന്റ് ലോസസ് ബിക്കെയിം എലിജിബിൾ ഫോർ റിലീഫ്. അതായത് നിങ്ങളുടെ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ് നമ്മൾ ഓൾറെഡി ഫ്രണ്ടിലേക്ക് 6 month എടുത്തു. ആ 6 monthന്റെ ഡേറ്റിൽ നിന്നും വിത്തിൻ 4 yearനുള്ളിൽ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലെയിം ചെയ്യാൻ പറ്റും. 4 yearനുള്ളിൽ വരെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. കുഴപ്പമൊന്നുമില്ല, ഇൻപുട്ട് വാറ്റായിട്ട് റിക്കവർ ചെയ്യാം. ഞാൻ 1-2 എക്സാമ്പിൾസ് കാണിച്ചു തരാം, അപ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 289 നോക്കിയേ. കപ്ലാൻ റിവിഷൻ കിറ്റിലെ ക്വസ്റ്റ്യൻ നമ്പർ 289. Please VAT registered and makes only standardized supplies on 31st March 24. He wrote off 2 irrecoverable debts in his VAT account. The first 800 was due on the payment on 1st June 23. 1st June 23ലാണ് 800 ഡ്യൂ ആകുന്നത്. നമുക്കറിയാം ജൂൺ 23 ഫ്രണ്ടിലേക്ക് 6 month എന്ന് പറയുമ്പോൾ ജൂൺ ടു ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. 1st December 23 ആകുമ്പോൾ 6 month ആയി. Then, but ഇവരിവിടെ പറഞ്ഞിരിക്കുക, the first 800 was due for the payment 1st June 23 and despite being chased still has not been paid. അപ്പം ഓൾറെഡി ആ ടൈമിൽ നിങ്ങൾ ചേസ് ചെയ്തില്ല അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1st December 23 അല്ലാതെ 31st December 23 ക്വാർട്ടറിൽ ഡിഡക്ട് ചെയ്യേണ്ടതായിരുന്നു. അന്ന് ചേസ് ചെയ്തില്ല, ഐഡന്റിഫൈ ചെയ്തില്ല. ഇപ്പൊ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ക്വാർട്ടർ March 24 ആണ്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ആ ക്വാർട്ടറിൽ ഇതിന്റെ ഇൻപുട്ട് വാറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ക്ലെയിം ചെയ്യാം ഓർ റിക്കവർ ചെയ്യാം എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. Then second case, the second 4,000 relates to the company that B has recently been informed has gone into liquidation. The debt was due for the payment on 1st December 23. അപ്പം അടുത്തത് 1st December 23 ആണ് ഡ്യൂ ഡേറ്റ്. നമുക്കറിയാം 1st December 23 ആണെങ്കിൽ നമുക്ക് ആകുന്നത് 1st June 24 ആയിട്ടില്ല. നമ്മളിപ്പോ പ്രിപ്പയർ ചെയ്യുന്ന March 24. സോ അതുകൊണ്ട് ആ ക്വാർട്ടറിൽ ഡിഡക്ട് ചെയ്യാൻ പറ്റില്ല. ഇത് ഇൻക്ലൂസീവ് എന്നാണ് ഓൾറെഡി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇൻക്ലൂസീവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. therefore 800 divide by 120 into 20, 133. മാം 1000 അപ്പൊ കൺസിഡർ ചെയ്യണ്ടേ? ഇല്ല, നീ നോക്കിയേ, 1st June 23 നിനക്ക് ഏത് ക്വാർട്ടറിലാണ് നിന്റെ 6 month ആകുന്ന എന്നാ? June 24 അല്ലേ? അല്ലാതെ ലിക്വിഡേഷനിലല്ലേ, സീസ് ചെയ്യാൻ പോവല്ലേ? അതുകൊണ്ട് കാര്യമില്ല. നമ്മൾ എന്തായാലും നമ്മൾ അവിടുന്ന് ഒരു 6 month ആകുമ്പോഴത്തേക്ക് നമ്മൾ റിക്കവർ ചെയ്യാൻ പറ്റുള്ളൂ. ലിക്വിഡേഷൻ ആണെങ്കിലും അങ്ങനെ തന്നെ എപ്പോഴും ഡ്യൂ ഡേറ്റിൽ നിന്ന് ഫ്രണ്ടിലേക്ക് 6 month കഴിഞ്ഞിട്ടുള്ള ക്വാർട്ടറിലെ ഡിഡക്ഷൻ അലൗഡ് ഉള്ളൂ, ലോസ് ആണെങ്കിൽ. പിന്നെ മാം ഈ 4 years ഓഫ് ടൈം എന്ന് പറഞ്ഞേക്കുന്നത് എന്തായിരുന്നു? അതിന്റെ എക്സാമ്പിളിലേക്ക് പോവാം, അടുത്ത എക്സാമ്പിളിലേക്ക് പോവാം. നിങ്ങളുടെ കപ്ലാൻ റിവിഷൻ കിറ്റിലെ ക്വസ്റ്റ്യൻ നമ്പർ 308 ആണ്. അതിലെ ഫുള്ളിലേക്ക് നമ്മൾ പോകുന്നില്ല. ഈ നോട്ട് നമ്പർ 2 ആണ് നിങ്ങൾ വായിച്ചു നോക്കണ്ടേ. കപ്ലാൻ റിവിഷൻ കിറ്റിലെ ക്വസ്റ്റ്യൻ നമ്പർ 308, അതിന്റെ നോട്ട് നമ്പർ 2 വായിച്ചു നോക്കണം. എത്ര എമൗണ്ട് ഇൻപുട്ട് വാറ്റായിട്ട് റിക്കവർ ചെയ്യാമെന്നായിരുന്നു ക്വസ്റ്റ്യൻ. ഇത് മാത്രം എമൗണ്ട് ആണ് ഇൻപുട്ട് വാറ്റായിട്ട് റിക്കവർ ചെയ്യാവുന്നത്.
നമ്മളോട് പറയുന്നത് നിങ്ങളുടെ ക്വാർട്ടർ എൻഡ് ജൂൺ 24 ആണ്. ഇതിൽ പറഞ്ഞിങ്ങനെ എ ലിമിറ്റഡ് 1st November 2019, പേയ്മെന്റ് ഡ്യൂ ഡേറ്റ് 30th November 2018. ഔട്ട്പുട്ട് പാർട്ട് തന്നിരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം. സോ 30th November 2018 ആണ് ഡ്യൂ ഡേറ്റ്. നമുക്കറിയാം 30th November 2018 എന്ന് പറയുന്ന ഡേറ്റിൽ നിന്നുകൊണ്ട് November 2018 ഫ്രണ്ടിലേക്ക് 6 months. സോ November to December, January, February, March, April, May. 31st May 19 ആയപ്പോൾ 6 months ആയി. ഇനി ഇവിടുന്ന് ഫ്രണ്ടിലേക്ക് 4 year, 19 to 20, 21, 22, 23. സോ 31st May 23ക്ക് മുൻപ് നിങ്ങൾക്ക് റിക്കവർ ചെയ്യാമായിരുന്നു. 31st May 23 പറയുന്ന ഡേറ്റിന് മുൻപ് ആയിരുന്നെങ്കിൽ ഇൻപുട്ട് പാർട്ട് റിക്കവർ ചെയ്യാൻ പറ്റുമായിരുന്നു. ബട്ട് ഇപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ക്വാർട്ടർ 30th June 24 ഇനി ഈ ക്വാർട്ടറിൽ വരില്ല. മാക്സിമം ചെയ്യാവുന്നത് ബിഫോർ 31st May 23 ആയിരുന്നു. അതുകൊണ്ട് റിക്കവർ ചെയ്യാൻ പറ്റില്ല. Then J ലിമിറ്റഡിന്റെ കേസിൽ നോക്കിയേ, all of the above debts have been written off in K Limited accounts except for the debt due from J Limited, as K Limited is still hopeful that the debt will be paid. ഇപ്പോഴും അവർ എക്സ്പെക്ട് ചെയ്യുന്നത് J Limited പേ ചെയ്യും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ. അങ്ങനെ J Limited ഇപ്പോഴും പേ ചെയ്യും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ആണെങ്കിൽ ഇപ്പൊ അവരെന്തായാലും എന്ത് ചെയ്യാൻ പോകുന്നില്ല, ഇൻപുട്ട് പാർട്ട് ക്ലെയിം ചെയ്യാനായിട്ട് പോകുന്നില്ല എന്നുള്ളതിന്റെ മീനിങ് ആണ്. സോ അതും ഇതുകൊണ്ട് റിലവന്റ് അല്ല. And the last case, 15th December 23 and payment due date January 24. Payment due date January 24. January 24 എന്ന് പറയുന്ന ഡേറ്റിൽ നിന്നും നമുക്കറിയാം ഫ്രണ്ടിലേക്ക് 6 months എന്ന് പറയുമ്പോൾ 31st July 24. പക്ഷെ നമ്മുടെ ക്വാർട്ടർ June 24. ജൂലൈ 24 കഴിഞ്ഞ് വരുന്ന ക്വാർട്ടറിലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതും എലിജിബിൾ അല്ല. Therefore, impairment loss ആയിട്ട് റിക്കവർ ചെയ്യാവുന്ന ആൻസർ 0. കിട്ടിയോ? മാം ഈ 4 year കണ്ടീഷൻ നമ്മൾ എപ്പോഴാണ് നോക്കണ്ടേ? അപ്പൊ ഇത് കണ്ടോ, ഇത് 4 years എപ്പോഴും നീ അറിഞ്ഞിരിക്കേണ്ടത് ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ് വരുന്ന 4 years കൂടെ വരുന്ന ഏതെങ്കിലും ഒരു ക്വാർട്ടറിലാണ് നിനക്ക് ഇൻപുട്ട് പാർട്ട് റിക്കവർ ചെയ്യാം. 4 years മുമ്പുള്ള ഏത് ക്വാർട്ടറിലും നിനക്ക് ഇൻപുട്ട് പാർട്ട് റിക്കവർ ചെയ്യാം. ഇവിടെ ഇപ്പൊ നീ ഡ്യൂ ഡേറ്റ് November 2018 ആയിരുന്നു, അവിടുന്ന് 6 months കൗണ്ട് ചെയ്തു. ആ 6 months നിന്ന് വീണ്ടും നീ 4 years and 6 months എന്നാ പറയുന്നത്. ഇവിടുന്ന് നീ May 23 വരെ എത്തി. May 23യുടെ മുൻപുള്ള ഏത് ക്വാർട്ടറിൽ വേണേലും നിനക്ക് ഇതിന്റെ ഇൻപുട്ട് പാർട്ട് അതായത് 640 ഡിഡക്ട് ചെയ്യാമായിരുന്നു. പക്ഷെ ഇപ്പൊ നിന്റെ ഏത് ക്വാർട്ടർ ആയി, ജൂൺ ആയി. അതുകൊണ്ട് ആ 640 ഡിഡക്ട് ചെയ്യാൻ പറ്റില്ല. മാക്സിമം 4 years and 6 months പറ്റുള്ളൂ. ഓ ഓക്കെ മാം. പക്ഷേ രണ്ടാമത്തെ കേസിൽ അവര് പേയ്മെന്റ് അടയ്ക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ എടുക്കണ്ട അല്ലേ? അവർക്ക് പ്രതീക്ഷ ഇനിയും J Limited തരും എന്നുള്ള പ്രതീക്ഷ. അപ്പൊ പിന്നെ അവരെന്തായാലും ഇൻപുട്ട് പാർട്ട് റിക്കവർ ചെയ്യാൻ വേണ്ടി ക്ലെയിം ചെയ്യില്ലല്ലോടാ. നമ്മൾ ക്ലെയിം ചെയ്യണ്ടേ, ഇൻപുട്ട് പാർട്ടായിട്ട് നമ്മൾ ഡിഡക്ട് ചെയ്യണ്ടേ. അവർക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ചെയ്യേണ്ട, അവരത് ചെയ്യുന്നില്ല എന്നുള്ളൊരു അസംഷൻ. ഗുഡ്സ് ഫോർ പേഴ്സണൽ യൂസ്. ഗുഡ്സ് ഫോർ പേഴ്സണൽ യൂസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി എന്തെങ്കിലും ഗുഡ്സ് നിങ്ങളുടെ പേഴ്സണൽ യൂസിന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നോർമലി ഔട്ട്പുട്ട് പാർട്ട് ആയിട്ട് എടുക്കണം. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. ദെൻ അതുപോലെ തന്നെ ടെലിഫോൺ എക്സ്പെൻസോ കാര്യങ്ങളോ വന്നു, അത് ഓൺലി ഫോർ ബിസിനസ് പ്രൊപ്പോർഷൻ ആണെങ്കിൽ ബിസിനസ് പ്രൊപ്പോർഷൻ വന്നിരിക്കുന്ന ടെലിഫോൺ എക്സ്പെൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോർമൽ കേസിൽ ഇൻപുട്ട് പാർട്ട് ആ ബിസിനസ് പ്രൊപ്പോർഷന്റെ ക്ലെയിം ചെയ്യാൻ പറ്റും. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ബോത്ത് റവന്യൂ ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആർ അലൗബിൾ ഫോർ വാറ്റ്. നമുക്കറിയാം, ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു എക്സ്റ്റൻഷൻ നടത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും അതൊരു ക്യാപിറ്റൽ നേച്ചറാ, CGT ഡിഡക്ട് ചെയ്യാവുന്നതിന്. പിന്നെ ഒരു റിപ്പയേഴ്സ് നടത്തി, നമുക്ക് CGT ഡിഡക്ട് ചെയ്യാൻ പറ്റില്ല, അത് റവന്യൂ എക്സ്പെൻഡിച്ചറാ. സോ നമ്മുടെ ടാക്സ് അഡ്ജസ്റ്റഡ് ട്രേഡിംഗ് പ്രോഫിറ്റിൽ വേണം അഡ്ജസ്റ്റ് ചെയ്യുന്നത് നമ്മൾ പറയും. ബട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വാറ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂല് റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് ആയാലും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയാലും ഡിഡക്ട് ചെയ്യാം. രണ്ടും എലിജിബിൾ ആയിരിക്കും. പേഴ്സണൽ ഗുഡ്സ് മുതൽ മൊത്തം അല്ലെ, ഏത് പോയിന്റ് നിനക്ക് കിട്ടാത്ത? ഇപ്പം പറഞ്ഞത് കേട്ടില്ല.
റവന്യൂ ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാ. അതല്ല മാം, ഇപ്പം ഗുഡ്സ് ഫോർ പേഴ്സണൽ യൂസ് എന്ന് പറഞ്ഞിട്ട് ഗുഡ്സ് ഫോർ പേഴ്സണൽ യൂസ് എന്ന് പറഞ്ഞാൽ നീ എന്ന ട്രേഡർ നിന്റെ എന്തെങ്കിലും പേഴ്സണൽ പർപ്പസിന് വേണ്ടി നീ എന്തെങ്കിലും ഗുഡ്സ് എടുത്തോണ്ട് പോയെങ്കിൽ ആ എമൗണ്ട് നീ നിർബന്ധമായിട്ട് ഔട്ട്പുട്ട് പാറ്റ് ആയിട്ട് കാണിക്കുന്നു. കാരണം നീ ഒരു ട്രേഡർ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഗുഡ്സ് പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തിനാ? തേർഡ് പാർട്ടിക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയല്ലേ. നമ്മൾ നോർമലി അതിനെ ഔട്ട്പുട്ട് പാറ്റ് ആക്കേണ്ടതല്ലായിരുന്നോ? പക്ഷെ നീ തേർഡ് പാർട്ടിക്ക് സെയിൽ ചെയ്യുന്നതിന് പകരം നീ നിന്റെ സ്വന്തം ആവശ്യത്തിന് എടുത്തോണ്ട് പോയി. അങ്ങനെയാണെങ്കിലും അങ്ങനെ എടുത്തോണ്ട് പോയത് നീ ഔട്ട്പുട്ട് പാറ്റ് ആയിട്ട് കാണിക്കണം. എടുത്തോണ്ട് പോയ എമൗണ്ട് കിട്ടിയോ? ഓക്കെ മാം. Then നോൺ ഡിഡക്റ്റബിൾ ഇൻപുട്ട് ടാക്സ്. നോൺ ഡിഡക്റ്റബിൾ ഇൻപുട്ട് ടാക്സ് എന്ന് പറയുന്നത് നമ്മുടെ എന്റർടൈനിങ് യു കെ കസ്റ്റമേഴ്സിനെ എന്റർടൈൻ ചെയ്യാൻ എന്തെങ്കിലും എക്സ്പെൻസ് വന്നു, അതിന്റെ എക്സ്പെൻസ് നമുക്ക് ഡിഡക്ഷൻ അലൗഡ് അല്ല, ഇൻപുട്ട് പാറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. എന്റർടൈനിങ് സപ്ലയേഴ്സിൽ ഡൗട്ട് വരരുത്. യു കെ സപ്ലയർ ആയാലും ക്ലിയർ ആയിട്ട് എഴുതി വെച്ചോണം. യു കെ സപ്ലയർ ആയാലും നോൺ യു കെ സപ്ലയർ ആയാലും നോൺ യു കെ സപ്ലയർ ആയാലും അതിന്റെ ഇൻപുട്ട് പാറ്റ് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റില്ല. ഓർത്തോണം, യു കെ സപ്ലയർ ആയാലും നോൺ യു കെ സപ്ലയർ ആയാലും അതിന്റെ ഇൻപുട്ട് പാറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റിക്കവർ ചെയ്യാനായിട്ട് പറ്റില്ല. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഓവർസീസ് കസ്റ്റമേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ എന്റർടൈനിങ് സ്റ്റാഫ് ആണെങ്കിൽ അതിന്റെ എക്സ്പെൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. ഓവർസീസ് കസ്റ്റമേഴ്സിനെ എന്റർടൈൻ ചെയ്യാൻ വന്ന എക്സ്പെൻസ്, നമ്മുടെ സ്റ്റാഫിനെ എന്റർടൈൻ ചെയ്യാൻ വന്ന എക്സ്പെൻസ്, ഇതെല്ലാം നമുക്ക് ഇൻപുട്ട് പാറ്റ് റിക്കവർ ചെയ്യാം. ബട്ട് യു കെ കസ്റ്റമേഴ്സിനെ എന്റർടൈൻ ചെയ്യാൻ വന്നതോ അല്ലെങ്കിൽ എന്റർടൈനിങ് യു കെ ആൻഡ് നോൺ യു കെ സപ്ലയറിനെ എന്റർടൈൻ ചെയ്യാൻ വന്നിരിക്കുന്ന എക്സ്പെൻസോ നമുക്ക് ഡിഡക്ട് ചെയ്യാൻ പാടില്ല. അവിടെ ഒരു കാര്യം കൂടെ ഓർക്കുക. ഇപ്പൊ നമ്മൾ ടാക്സ് അഡ്ജസ്റ്റഡ് ട്രേഡിംഗ് പ്രോഫിറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്റർടൈനിങ് കസ്റ്റമർ ആയാലും that means entertaining UK customer ആയാലും entertaining overseas customer ആയാലും നോൺ ഡിഡക്റ്റബിൾ ആണ്. ബട്ട് വാറ്റിന്റെ കേസിൽ ഓവർസീസ് കസ്റ്റമേഴ്സ് ഡിഡക്റ്റബിളും യു കെ കസ്റ്റമേഴ്സ് നോൺ ഡിഡക്റ്റബിളും ആയിരിക്കും. ടെലിഫോൺ എക്സ്പെൻസ് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ബോത്ത് ബിസിനസ് ആൻഡ് ഡ്രൈവിംഗ്, നിനക്ക് ഒരു ടെലിഫോൺ എക്സ്പെൻസ് വന്നു. ടെലിഫോൺ എക്സ്പെൻസ് വന്നെങ്കിൽ അതിന്റെ ബിസിനസ് പ്രപ്പോർഷൻ വന്നിരിക്കുന്ന എക്സ്പെൻസ് നമുക്ക് ഇൻപുട്ട് പാറ്റായിട്ട് റിക്കവർ ചെയ്യാം, ഡിഡക്ട് ചെയ്യാം. ഒരു ഫോർ എക്സാമ്പിൾ ഒരു ടെലിഫോൺ യൂസ് ചെയ്യുന്നു, ഒരു 800 ആണ് ടെലിഫോൺ എക്സ്പെൻസ്. അങ്ങനെയാണെങ്കിൽ 800ന്റെ ബിസിനസ് പ്രപ്പോർഷൻ എത്രയെന്ന് പറയുന്നോ ആ ബിസിനസ് പ്രപ്പോർഷന് ഇൻപുട്ട് പാറ്റ് ഡിഡക്ട് ചെയ്യാം. നോൺ ഡയറക്ടേഴ്സിന് ഡിഡക്റ്റബിളിന്റെ ഒന്നുകൂടെ പറയോ? നോൺ ഡിഡക്റ്റബിളില് മാം എന്തോ 3 പ്രാവശ്യം പറഞ്ഞല്ലോ നോൺ ഡിഡക്റ്റബിളിന്റെ കേസ്, 3 പ്രാവശ്യം. ഒന്നുകൂടെ പറയോ? നെറ്റ് പോകുന്നുണ്ടോ? ഇടക്ക് പോകുന്നുണ്ട്. 3 പ്രാവശ്യം ഞാനിപ്പോ പറഞ്ഞു ഈ നോൺ ഡിഡക്റ്റബിളിന്റെ കാര്യം. അതായത് നമ്മുടെ നോർമൽ കേസിൽ ഒരു യു കെ കസ്റ്റമറിനെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും എക്സ്പെൻസ് വന്നെങ്കിൽ അത് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പാടില്ല. ഒരു യു കെ കസ്റ്റമറിനെ എന്റർടൈൻ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് 1000 എക്സ്പെൻസ് വന്നു, നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പാടില്ല. ഇനി ഏതെങ്കിലും ഒരു സപ്ലയർ എന്റർടൈനിങ് സപ്ലയർ, അത് യു കെ സപ്ലയർ ആയാലും നോൺ യു കെ സപ്ലയർ ആയാലും അതിന് വന്നിരിക്കുന്ന എക്സ്പെൻസ് വന്നിട്ടുണ്ടെങ്കിൽ ആ എക്സ്പെൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? അതും ഡിഡക്ട് ചെയ്യാൻ പാടില്ല. അത് യു കെ ആയിക്കോട്ടെ നോൺ യു കെ ആയിക്കോട്ടെ, സപ്ലയർ എന്ന് കണ്ടെങ്കിൽ അതിന് വന്നിരിക്കുന്ന എക്സ്പെൻസ് ഡിഡക്ട് ചെയ്യാൻ പാടില്ല. ദെൻ അതുപോലെ തന്നെ ഓവർസീസ് കസ്റ്റമറിനെ എന്റർടൈൻ ചെയ്യാനാണെങ്കിൽ അതിന് വന്നിരിക്കുന്ന എക്സ്പെൻസ് നമുക്ക് ഡിഡക്ട് ചെയ്യാം. ഓവർസീസ് കസ്റ്റമറിനെ എന്റർടൈൻ ചെയ്യാൻ വന്നിരിക്കുന്ന എക്സ്പെൻസ് ഡിഡക്ട് ചെയ്യാം. ദെൻ എന്റർടൈനിങ് സ്റ്റാഫ് ആർ ഡിഡക്റ്റബിൾ. സ്റ്റാഫിനെ എന്റർടൈൻ ചെയ്യാൻ എന്തെങ്കിലും എക്സ്പെൻസ് വന്നെങ്കിൽ അതിന്റെ എക്സ്പെൻസ് എമൗണ്ട് നമുക്ക് ഇൻപുട്ട് പാറ്റായിട്ട് ഡിഡക്ട് ചെയ്യാം. കിട്ടിയോ? അപ്പം യു കെയിലെ സ്റ്റാഫ് ആണെങ്കിലും സ്റ്റാഫ് ഏതായാലും യു കെ ഓർ ഓവർസീസ് deductible. സ്റ്റാഫ് ഏതായാലും നമുക്ക് ഡിഡക്ട് ചെയ്യാം സ്റ്റാഫിനെ എന്റർടൈൻ ചെയ്യാനാണ്. സപ്ലയറിന്റെ ആണ് യു കെ നോൺ യു കെ ഡിഡക്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. മിഷി ഡിഡക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഇവര് ഇൻപുട്ട് ആയിട്ട് എടുക്കാന്നോ? അത് എന്താണ് തന്നെ ഉദ്ദേശിക്കുന്നത്? അത് തന്നെ
ഇൻപുട്ട് വാറ്റായിട്ട് ഇപ്പൊ നിനക്ക് നിന്റെ ഒരു സ്റ്റാഫിനെ എന്റർടൈൻ ചെയ്യാൻ 1000 എക്സ്പെൻസ് വന്നെങ്കിൽ എന്റർടൈനിങ് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ 1000 into 20% ഇൻപുട്ട് വാറ്റിന്റെ സെക്ഷനിൽ കാണിക്കാം. കിട്ടിയോ? ഓക്കെ മാം. വാറ്റ് റിട്ടേൺസ് പ്രത്യേകം ശ്രദ്ധിച്ചോണം. നമ്മൾ നോർമൽ കേസിൽ വാറ്റ് റിട്ടേൺസ് 1 month and 7 days പറയുന്നത്. വാറ്റ് റിട്ടേൺസ് 1 month and 7 days. വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് വിത്തിൻ 1 month and 7 days ഫയലിംഗ് ഡേറ്റും പേയ്മെന്റ് ഡേറ്റും രണ്ടും സെയിം ആണ്. ഫയലിംഗ് ഡേറ്റ് ആൻഡ് പേയ്മെന്റ് ഡേറ്റ് ഏതാണ് ക്വാർട്ടർ. ഫോർ എക്സാമ്പിൾ 31st March ആണ് നിങ്ങളുടെ ക്വാർട്ടർ എന്ന് ഓർക്കുക. മാർച്ചിൽ നിന്ന് 1 month ഏപ്രിലാണ്. ദെൻ മെയ് 7th May എന്ന് പറഞ്ഞ ഡേറ്റിൽ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യണം. ആ സെയിം ഡേറ്റിൽ നിങ്ങൾ പേയ്മെന്റ് നടത്തണം. ക്വാർട്ടർലി ബേസിസ് ആണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ. ഇനി വാറ്റ് ഇൻവോയ്സ് നമ്മൾ ഇഷ്യൂ ചെയ്യേണ്ട ഡേറ്റ് 30 daysനുള്ളിൽ വാറ്റ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം. നമ്മുടെ സപ്ലൈസ് ടാക്സബിൾ സപ്ലൈസ് ആണെങ്കിൽ, ടാക്സബിൾ സപ്ലൈസ് എന്ന് പറയുമ്പോൾ നോർമൽ കേസിൽ സ്റ്റാൻഡേർഡും 0യും വരും. ആ ഒരു കാര്യവും പ്രത്യേകം ശ്രദ്ധിച്ചേക്കും. ദെൻ ഓൾറെഡി വാറ്റ് ഇൻവോയ്സിന്റെ കണ്ടൻസ് നമ്മൾ നോർമൽ കേസിൽ ബൈഹാർട്ട് ചെയ്തിരിക്കണം. ഇത് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നതാണ്. സപ്ലൈസ് നെയിം ആൻഡ് അഡ്രസ്, രജിസ്ട്രേഷൻ നമ്പർ, ആ ഒരു കണ്ടൻസും കാര്യങ്ങളും ബൈഹാർട്ട് ചെയ്തിരിക്കണം. ദെൻ സിംപ്ലിഫൈഡ് വാറ്റ് ഇൻവോയ്സ് എന്ന് പറയുന്നത് എത്രയാണോ നിങ്ങളുടെ ഇൻവോയ്സ് ഇതിന്റെ കോസ്റ്റ് പ്ലസ് വാറ്റ് എമൗണ്ട്. സിംപ്ലിഫൈഡ് വാറ്റ് ഇൻവോയ്സ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്ലസ് വാറ്റ് എമൗണ്ട് ലെസ് ദാൻ 250 ആണെങ്കിൽ, കോസ്റ്റ് പ്ലസ് വാറ്റ് എമൗണ്ട് ലെസ് ദാൻ 250 ആണെങ്കിൽ അതിനെ ആയിരിക്കും നമ്മൾ സിംപ്ലിഫൈഡ് വാറ്റ് ഇൻവോയ്സ് എന്ന് പറയും. ഇനി അവിടെയും സിംപ്ലിഫൈഡ് വാറ്റ് ഇൻവോയ്സിന്റെയും കണ്ടൻസ് അറിഞ്ഞിരിക്കുക. നെയിം ആൻഡ് അഡ്രസ്, രജിസ്ട്രേഷൻ നമ്പർ, ആ ഒരു കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുക. റെക്കോർഡ്സ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത് 6 years ആണ്. കീപ്പ് ചെയ്തില്ലെങ്കിലത്തെ നമ്മുടെ പെനാലിറ്റി എന്ന് പറയുന്നത് അത് നമ്മൾ ഓൾറെഡി മെറ്റെടുത്ത് പഠിച്ചതാണ്. സെൽഫ് അസസ്മെന്റിൽ 3000 ആയിരിക്കും പെനാലിറ്റി എന്നുള്ള കാര്യവും പ്രത്യേകം ഓർത്തിരിക്കും. ഇനി പെനാലിറ്റി ഫോർ ലേറ്റ് പേയ്മെന്റ് ഓർ ലേറ്റ് ഫയലിംഗ് ഓഫ് റിട്ടേൺ. പെനാലിറ്റി ഫോർ ലേറ്റ് പേയ്മെന്റ് ഓർ ലേറ്റ് ഫയലിംഗ്. അതായത് നമുക്കറിയാം നമ്മുടെ നോർമൽ കേസിൽ പെനാലിറ്റി പോയിന്റ് എന്ന് പറയുന്നത് ഒരു ക്വാർട്ടറിൽ ഏതെങ്കിലും ഒരു ക്വാർട്ടറിൽ നമ്മൾ ഡിഫാൾട്ട് വരുത്തിയെങ്കിൽ അതിനെയാണ് നമ്മൾ പെനാലിറ്റി പോയിന്റ് എന്ന് പറയുക. അങ്ങനെ 4 പെനാലിറ്റി പോയിന്റ് റീച്ച് എത്തിയാൽ, അതായത് നമുക്കറിയാം പെനാലിറ്റി ഓരോ ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ജനറലി നമ്മൾ ക്വാർട്ടർ പറയുന്നത് മാർച്ച്, ജൂണ്, സെപ്റ്റംബർ, ഡിസംബർ. അപ്പം ഏതെങ്കിലും ക്വാർട്ടറിൽ ഡിഫാൾട്ട് വരുത്തിയെങ്കിൽ അതിനെ നമ്മൾ പെനാലിറ്റി പോയിന്റ് എന്ന് പറയും. സോ അങ്ങനെ 4 പെനാൽറ്റി പോയിന്റ് എത്തിക്കഴിയുമ്പോൾ നമ്മൾ നോർമൽ കേസിൽ നമ്മുടെ ത്രഷ് റീച്ച് ചെയ്തു. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 200 pound പെനാൽറ്റി ലേറ്റ് ഫയലിങ്ങിന് കൊടുക്കേണ്ടി വരും. അതിനുശേഷം വീണ്ടും വരുന്ന ഓരോ പെനാലിറ്റി പോയിന്റിനും ഒരു പ്രാവശ്യം പെനാൽറ്റി പോയിന്റ് റീച്ച് ആയി കഴിഞ്ഞാൽ ഓരോ വരുന്ന പെനാൽറ്റിക്കും അല്ലെങ്കിൽ പെനാൽറ്റി പോയിന്റിനും 200 വെച്ച് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ നമ്മൾ നോർമൽ കേസിൽ ഒരു 2 years ആയിട്ടും ഈ ത്രഷ് റീച്ച് ആയില്ലെങ്കിൽ പെനാൽറ്റി പോയിന്റ് എക്സ്പയർ ആവും. അതായത് ത്രഷ് റീച്ച് ആവുക എന്ന് പറഞ്ഞാൽ 4 പെനാൽറ്റി പോയിന്റ് വരുന്നതിനാണ് ത്രഷ് റീച്ച് ആവുക എന്ന് പറയും. ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഓൾറെഡി ഇഫ് ദ ത്രഷ് ഹാസ് ബീൻ റീച്ച് ദ പോയിന്റ് വിൽ റീസെറ്റ് ടു 0 വെൻ ഓൾ ദ റിട്ടേൺസ് ആർ സബ്മിറ്റഡ് ഓൺ ടൈം ഫോർ എ 12-month പീരീഡ്. അതായത് 4 ക്വാർട്ടർ പ്രോപ്പർ ആയിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, പേയ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മുടെ പെനാൽറ്റി പോയിന്റ് സെറ്റ് ടു 0 വീണ്ടും 1 എന്നുള്ള രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. 4 ക്വാർട്ടർ എങ്കിലും പ്രോപ്പർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ. അത് ലേറ്റ് ഫയലിംഗിന്റെ കേസാണ്. നമുക്കറിയാം ലേറ്റ് പേയ്മെന്റ് ആണെങ്കിൽ നമ്മൾ നോർമൽ കേസിൽ പറയുന്നത് അപ് ടു 15 days ആണെങ്കിൽ ഒന്നും കൊടുക്കണ്ട. ഇൻ ബിറ്റ്വീൻ 16 to 30 days ആണെങ്കിൽ 2% കൊടുക്കണം. മോർ ദാൻ 30 days ആണെങ്കിൽ 4% കൊടുക്കണം. പ്ലസ് ഡെയിലി പെനാൽറ്റി 4%. ദെൻ ഡെയിലി പെനാൽറ്റി നമ്മളോട് പറയുന്നത് 30 daysന് എക്സസ് വന്നെങ്കിൽ, എക്സസ് ഡേ ആണെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലായിരിക്കും നമുക്ക് ഡെയിലി പെനാൽറ്റി എറൈസ് ആവുക. ദെൻ ലേറ്റ് പേയ്മെന്റ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നോർമൽ കേസിൽ പെർ ഡേക്ക് 6.5 ലേറ്റ് പേയ്മെന്റ് ഇൻട്രസ്റ്റും വരും.
ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, സ്കീംസ് പ്രത്യേകം ശ്രദ്ധിച്ചോണം. സ്കീംസിന്റെ എല്ലാത്തിന്റെയും കണ്ടീഷൻ, ക്യാഷ് അക്കൗണ്ടിങ് സ്കീം എന്ന് പറഞ്ഞാൽ ക്യാഷ് ആയിട്ട് നമ്മൾ നോർമൽ കേസിൽ ക്യാഷ് അക്കൗണ്ടിങ് സ്കീം എന്ന് പറഞ്ഞാൽ ക്യാഷ് ആയിട്ട് നമ്മൾ റിസീവ് ചെയ്യുന്ന കേസ് മാത്രമാണ് ക്യാഷ് അക്കൗണ്ടിങ് സ്കീം എന്ന് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ അതിന്റെ കണ്ടീഷൻസ് പ്രത്യേകം ഓർത്തണം. ക്യാഷ് അക്കൗണ്ടിങ് സ്കീമിന്റെയും ആനുവൽ അക്കൗണ്ടിങ് സ്കീമിന്റെയും ഫ്ലാറ്റ് റേറ്റ് സ്കീമിന്റെയും കണ്ടീഷൻസ് പ്രത്യേകം ഓർത്തിരിക്കുക. ആനുവൽ അക്കൗണ്ടിങ് സ്കീമിന്റെ നമ്മൾ നോർമൽ കേസിൽ പറയുന്നത് ഏത് ക്വാർട്ടറിലാണോ നമ്മൾ ആനുവൽ അക്കൗണ്ടിങ് സ്കീം എന്ന് പറഞ്ഞാൽ വൺസ് ഇൻ എ ഇയർ നമ്മൾ ഫയൽ ചെയ്യുക. അപ്പൊ നമ്മുടെ അക്കൗണ്ടിങ് പീരീഡ് ഏതാണോ 12 month അക്കൗണ്ടിങ് പീരീഡ് ഏതാണോ അവിടുന്ന് ഫ്രണ്ടിലേക്ക് 2 month 12 month അക്കൗണ്ടിങ് പീരീഡ് ഏതാണോ അവിടുന്ന് ഫ്രണ്ടിലേക്ക് 2 month വരുമ്പോഴാണ് ആനുവൽ അക്കൗണ്ടിങ് സ്കീമിന്റെ റിട്ടേൺ നമ്മൾ നോർമൽ കേസിൽ ഫയൽ ചെയ്യുക. ബട്ട് റിട്ടേൺ ഫയൽ ചെയ്യുന്ന 2 month കഴിയുമ്പോഴാണെങ്കിൽ പോലും ഓർത്തോളുക, നമ്മൾ നോർമൽ കേസിൽ ഇപ്പം ഏതാണ് അക്കൗണ്ടിങ് പീരീഡ്, അതായത് 1st January to 31st December ആണ് നിങ്ങളുടെ അക്കൗണ്ടിങ് പീരീഡ് എങ്കിൽ അതിന്റെ 4th month എന്ന് പറയുമ്പോൾ ഏപ്രിൽ ടു ഡിസംബർ എല്ലാ മന്തിലും പ്രീവിയസ് വാറ്റ് ലൈബിലിറ്റിയുടെ 10% വെച്ച് നമ്മൾ കൊടുത്തോണ്ടിരിക്കണം. ഏപ്രിൽ ടു ഡിസംബർ എല്ലാ മന്തിലും പ്രീവിയസ് വാറ്റ് ലൈബിലിറ്റിയുടെ 10% നമ്മൾ കൊടുക്കും. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ സെറ്റിൽ ചെയ്യുന്നത്, പിന്നെ എല്ലാ കാര്യങ്ങളും സെറ്റിൽ ചെയ്യുന്നത് ഏതാണോ അക്കൗണ്ടിങ് പീരീഡ് അവിടുന്ന് ഫ്രണ്ടിലേക്ക് 2 month ആകുന്ന ഡേറ്റില് നമ്മൾ ഫയൽ ചെയ്യും. അന്നായിരിക്കും ഈ ബാലൻസ് എന്തെങ്കിലും പേയ്മെന്റ് കൊടുക്കാനുണ്ടെങ്കിൽ ആ ഡേറ്റിൽ പേ ചെയ്യുകയും ചെയ്യും. നോർമലി ഫയലിംഗ് ഡേറ്റും പേയ്മെന്റ് ഡേറ്റും ആയിട്ട് കൺഫ്യൂഷൻ വരരുത്. നോർമൽ ഫയലിംഗ് ആൻഡ് പേയ്മെന്റ് ഡേറ്റ് എന്ന് പറയുന്നത് ക്വാർട്ടർ കഴിഞ്ഞ് 1 month and 7 days. ബട്ട് ആനുവൽ അക്കൗണ്ടിങ് സ്കീം ആണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിങ് പീരീഡ് കഴിഞ്ഞ് 2 month ആയിരിക്കും നിങ്ങളുടെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതും. ദെൻ പേയ്മെന്റ് ബാലൻസിങ് പേയ്മെന്റ് നടത്തുന്നതും ആ സെയിം ഡേറ്റിലായിരിക്കും. ഫ്ലാറ്റ് റേറ്റ് സ്കീം നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. അതും ഇൻക്ലൂസീവ് ടേൺ ഓവർ ഇൻറ്റു പെർസെൻറ്റേജ് എന്നാണ്. ഇൻക്ലൂസീവ് ടേൺ ഓവർ ഇൻറ്റു പെർസെൻറ്റേജ്. ഇനി നിങ്ങൾ ഇൻക്ലൂസീവ് ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. ഇൻക്ലൂസീവ് ടേൺ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഒരു ഫ്ലാറ്റ് റേറ്റ് സ്കീമാണ്. ഫ്ലാറ്റ് റേറ്റ് സ്കീമിന്റെ പേഴ്സണേജ് നിങ്ങൾക്ക് തരും, ക്വസ്റ്റ്യൻ തരും. ഇനി ഫ്ലാറ്റ് റേറ്റ് സ്കീമിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ജോയിൻ ചെയ്തിരിക്കുന്നതെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഇവിടെ കണ്ടോ 1% നിങ്ങൾക്ക് ഡിഡക്ട് ചെയ്യാൻ. വളരെ റെയർ ആയിട്ട് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളൂ. ഉണ്ടെങ്കിൽ ഓർത്തിരുന്നേക്കാം. ഏതാണോ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഫ്ലാറ്റ് റേറ്റ് പെർസെൻറ്റേജ്, ആ ഫ്ലാറ്റ് റേറ്റ് പെർസെൻറ്റേജിനേക്കാളും 1% റെഡ്യൂസ്ഡ് ആയിരിക്കും നമ്മൾ കൊടുത്താൽ മതി. ഇപ്പൊ 10% എന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞെങ്കിൽ നമ്മൾ 9 കൊടുത്താൽ മതി. അത് ആദ്യമായിട്ടാണ് ഫ്ലാറ്റ് റേറ്റ് സ്കീമിൽ ജോയിൻ ചെയ്തതെങ്കിൽ. ബട്ട് ഞാൻ എങ്ങനെയാണ് ഫ്ലാറ്റ് റേറ്റ് സ്കീം കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതായത് ഇൻക്ലൂസീവ് ടേൺ ഓവർ ഇൻറ്റു പെർസെൻറ്റേജ് എന്ന് പറയുക. നോക്കിയേ, ഇൻക്ലൂസീവ് ടേൺ ഓവർ ഇൻറ്റു പെർസെൻറ്റേജ്. നിങ്ങളുടെ ഫ്ലാറ്റ് റേറ്റ് പെർസെൻറ്റേജ് 10% ആണ്. ക്വസ്റ്റ്യനിൽ ഒന്നും പറഞ്ഞില്ല, എപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളുടെ മീനിങ് എക്സ്ക്ലൂസീവ് എന്നാണ്. ആ ഒരു കാര്യം ശ്രദ്ധിക്കാം. ഇതുണ്ട് എക്സ്ക്ലൂസീവ്, ക്വസ്റ്റ്യനിൽ ഒന്നും പറഞ്ഞില്ലെങ്കിൽ. അപ്പൊ ഇവിടെ എക്സ്ക്ലൂസീവ് എന്ന് ഓൾറെഡി പറഞ്ഞിരിക്കും അവര്. അപ്പൊ അതിനെ ഇൻക്ലൂസീവ് ടേൺ ഓവർ ആക്കേണ്ടത് ഇത് 3 കൂടെ ആഡ് ചെയ്യുക. ഇവിടെ ഒരു ഡൗട്ട് വരരുതേ, സ്റ്റാൻഡേർഡും സീറോയും എക്സംറ്റും 3 വരും. ഫ്ലാറ്റ് റേറ്റ് സ്കീമിൽ 3 കേസും വരും. 3 കൂടെ ആഡ് ചെയ്യുക. 3 കൂടെ ആഡ് ചെയ്തപ്പം 75 വന്നു. ഇനി സ്റ്റാൻഡേർഡിന് മാത്രമേ വാറ്റുള്ളൂ, സീറോയ്ക്കും എക്സംറ്റിനും വാറ്റില്ല. അപ്പൊ സ്റ്റാൻഡേർഡിന്റെ വാറ്റ് എന്ന് പറഞ്ഞാൽ 50,000 20% ആണ്. ദാറ്റ് മീൻസ് 10,000 ആണ്. അപ്പം ഈ 75,000 കൂടെ 10,000 കൂടെ ആഡ് ചെയ്തപ്പോൾ അത് എന്തായി മാറി? ഇത് 85,000 നമ്മൾ ഇൻക്ലൂസീവ് എന്ന് പറയും. ഈ 85,000 നമ്മൾ ഇൻക്ലൂസീവ് എന്ന് പറയും. ഇനി ഇതിന്റെ ഇൻക്ലൂസീവിന്റെ 10%, ഇൻക്ലൂസീവിന്റെ 10%, വേറെ ഒന്നും നോക്കാനില്ല. ഇൻക്ലൂസീവ് ആക്കുന്ന ഔട്ട്പുട്ട് വാറ്റ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ നോർമൽ കേസിൽ ഔട്ട്പുട്ട് വാറ്റിന്റെ 10%, ഔട്ട്പുട്ട് വാറ്റിനെ മാത്രം 20% കണ്ടുപിടിക്കുക, അതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. അപ്പൊ അത് ഇൻക്ലൂസീവ് ആയി. ഇൻക്ലൂസീവ് എൻഡ് 10% ചെയ്താൽ മതി. അതായത് എടാ ഇത് മുഴുവൻ എക്സ്ക്ലൂസീവ് അല്ലേ? ഇത് 3 കൂടെ ആഡ് ചെയ്തപ്പോൾ നിനക്ക് 75 കിട്ടി.
ഇൻക്ലൂസീവ് ആക്കണമെങ്കിൽ ഇതിലെ ഏതിനും സ്റ്റാൻഡേർഡ്, സീറോ, എക്സംഡ് 3 സെയിൽ നടന്നതിന് നീ ഏതിന് മാത്രം മാറ്റി കൊടുത്താൽ മതി? സ്റ്റാൻഡേർഡ്. സ്റ്റാൻഡേർഡ്. അപ്പൊ സ്റ്റാൻഡേർഡിന്റെ 50,000 into 20 അല്ലേ? അത് 10,000 അല്ലേ? നിന്റെ ടേൺ ഓവർ ആയ 75,000 10,000 കൂടെ ആഡ് ചെയ്തപ്പോ ഇൻക്ലൂസീവ് ടേൺ ഓവർ ആയില്ലേ? ഇൻക്ലൂസീവ് ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എന്താ? വാറ്റ് എമൗണ്ടും കൂടെ കൂടി തീർന്നല്ലേ മീനിങ് ഉള്ളൂ. ഓക്കെ ഞാനത് വിചാരിച്ചത്. മാം ഇപ്പൊ ഡയറക്റ്റ് ഇൻക്ലൂസീവ് തന്നായിരുന്നെങ്കിൽ നമ്മൾ 10% അതെ, അപ്ലൈ ചെയ്താൽ പോലെ. നേരെ പേഴ്സണേജ് അപ്ലൈ ചെയ്താൽ മതി. ഇനി ഇവിടെ ഇററിന്റെ കേസിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, നമ്മൾ നോർമൽ കേസിൽ HMRC ഫൗണ്ട് ചെയ്യുന്ന ഇറർ ആണോ അല്ലെങ്കിൽ ട്രേഡർ തന്നെ വോളണ്ടറി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നതാണോ? നോർമൽ കേസിൽ ട്രേഡർ ഐഡന്റിഫൈ ചെയ്യുന്ന കേസേ വന്ന് കണ്ടിട്ടുള്ളൂ. വരുവാണെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വോളണ്ടറി ആയിട്ടാണ് ഐഡന്റിഫൈ ചെയ്യുന്നതെങ്കിൽ ഡിമിനിമസ് ലിമിറ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. ഡിമിനിമസ് ലിമിറ്റ് നോർമലി ഗ്രേറ്റർ ഓഫ് 10,000 ഓർ 1% ഓഫ് ടേൺ ഓവർ എന്നാണ്. നിങ്ങൾക്ക് ക്വസ്റ്റിനിൽ തന്നിരിക്കുന്ന ഇററിന്റെ എമൗണ്ട് ഈ ഡിമിനിമസ് ലിമിറ്റിലും ബിലോ ആണെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് വാറ്റ് റിട്ടേണിന്റെ കൂടെ സബ്മിറ്റ് ചെയ്താൽ മതി. ഇനി അതല്ല നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഇറർ മോർ ദാൻ ഡിമിനിമസ് ലിമിറ്റ് ആണെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് നോട്ടിഫിക്കേഷനും കൊടുക്കണം. ഇനി സെപ്പറേറ്റ് നോട്ടിഫിക്കേഷൻ ആണ് കൊടുക്കുന്നതെങ്കിൽ ഡീഫാൾട്ട് ഇൻട്രസ്റ്റും പേ ചെയ്യണം, സ്റ്റാൻഡേർഡ് പെനാൽറ്റിയും പേ ചെയ്യണം. അതേസമയം നിങ്ങളുടെ നെക്സ്റ്റ് വാറ്റ് റിട്ടേണിലാണ് സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ സ്റ്റാൻഡേർഡ് പെനാൽറ്റി മാത്രം പേ ചെയ്താൽ മതി. പിന്നെ ഇമ്പോർട്ട്സ് നിങ്ങൾക്കറിയാം, ഓവർസീസിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തെങ്കിൽ ഔട്ട്പുട്ടിലും ഇൻപുട്ടിലും നമുക്കറിയാം 20% വെച്ച് വരും. ടാക്സ് ന്യൂട്രൽ ആവും. എക്സ്പോർട്ട് ആണെങ്കിൽ എപ്പോഴും 0% ആയിരിക്കും. സെക്ഷൻ ബി എന്തെങ്കിലും മാറ്റി ചെയ്തായിരുന്നു? ക്വസ്റ്റ്യൻ നമ്പർ ആനി, സെക്ഷൻ ബി, ക്വസ്റ്റ്യൻ ആനി. Annie runs a retail clothing shop. She is registered for VAT and is in the process of completing her VAT return for the quarter ended 30th November. The following information is available. All figures are exclusive എന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് ചിലപ്പോൾ ചില ക്വസ്റ്റ്യനിലൊക്കെ സിനാരിയോയുടെ എൻഡിലായിരിക്കും എക്സ്ക്ലൂസീവ് ഓർ ഇൻക്ലൂസീവ്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. Cash sales amount 42,000, of which 28,000 was in respect of sales adult clothing, that is standard rated. So that means standard rate എന്ന് പറയുമ്പോൾ 28,000 into 20%. Then 14,000 in respect of zero rate sales. So 14,000 into 0%. Then sales invoice totaling 12,000 were issued in respect of credit sale, and the sales were all standard rate. And it states on her invoice that there is a 5% discount for payment within 1 month. 5% discount കൊടുത്തു എന്നാണ് പറഞ്ഞത്. 90% of the customers accept within this period, and the sales figure 12,000 is stated before any deduction of 5% discount. 5% discount കൊടുത്തു, അത് അക്സെപ്റ്റ് ചെയ്തത് 90% കസ്റ്റമേഴ്സ് ആണെന്നാ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കാം? നമ്മളിവിടെ ചെയ്യുന്ന ഇങ്ങനെയാണ്. 12,000 into 95% into 90% into 20%, exclusive ആണ്. Then remaining 12,000 into 10% into 20%. ഒന്ന് ആഡ് ചെയ്ത് കണ്ടുപിടിച്ചേ എത്രയായിരിക്കും എന്നുള്ളത്. എത്ര വന്നു?
2052 240 ആണോ? ആഡ് ചെയ്ത് തരാം. 2292. Okay. Then the purchase and expense invoice totaling 19,200 were received from a VAT registered suppliers. Okay. Then standardized purchase, zero rate purchase and exempt purchase. നിങ്ങളിവിടെ പല പർച്ചേസസ് നടത്തി, നിങ്ങളൊരു VAT registered supplier ആണ്. നിങ്ങൾക്ക് ഏത് പർച്ചേസിന് ഇൻപുട്ട് VAT റിക്കവർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞേ? നിങ്ങൾ ഏത് സ്റ്റാൻഡേർഡ് റേറ്റ്? റേറ്റ്. സ്റ്റാൻഡേർഡ് റേറ്റിന്റെ മാത്രമേ പറ്റത്തുള്ളൂ. ഇതിന്റെ ഒന്നും നിങ്ങൾക്ക് ഇൻപുട്ട് VAT റിക്കവർ ചെയ്യാൻ പറ്റില്ല. കാരണം സീറോ റേറ്റ് പർച്ചേസ് ചെയ്തപ്പോൾ നിങ്ങൾ വാറ്റ് കൊടുത്തിട്ടില്ല. എക്സംപ്റ്റ് കേസ് നോ ഔട്ട്പുട്ട് ആൻഡ് നോ ഇൻപുട്ട് എന്നാണ് പറയുന്നത്. അവൈലബിൾ. Then next, on 30th November 23, Ani wrote of 2 impairment losses that were in respect of a standard rate credit sales, and the first impairment loss of 300 was in respect of a sales invoice due for the payment on 15th July 23, and the second impairment loss was 800 and was in respect of sales invoice due for the payment 10th April 23. നമ്മളോട് പറഞ്ഞിങ്ങനെ 2 impairment loss ഉണ്ട്. ഫസ്റ്റ് ഇമ്പയർമെന്റ് ലോസ് 15th July 23 ആണ് ഡ്യൂ ഡേറ്റ്. അവിടെ നമുക്കറിയാം 15th July 23 ആണ്. ഫ്രണ്ടിലേക്ക് 6 month എന്ന് പറയുമ്പോൾ ജൂലൈ ടു ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി. 15th January 24 ആണ് വരുന്നത്. സോ ദാറ്റ് മീൻസ് നമ്മളിപ്പോ പ്രിപ്പയർ ചെയ്യുന്ന 30th November ആണ്. അതുകൊണ്ട് ഈ ക്വാർട്ടറിൽ ആയില്ല ടൈം എന്നുള്ളത് ഓർക്കുക. ദെൻ അടുത്തത് പറഞ്ഞിരിക്കുന്നത് 10th April 23 ആണ്. 10th April 23 ഫ്രണ്ടിലേക്ക് 6 month എന്ന് പറയുമ്പോൾ ഏപ്രിൽ ടു മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ. അതായത് 10th October 23 ആണ്. നമുക്കറിയാം നമ്മൾ നവംബർ പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഈ ക്വാർട്ടറിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിഡക്ട് ചെയ്യാം. 800 ഇമ്പയർമെന്റ് ലോസ് ഡിഡക്ഷൻ. ഇമ്പയർമെന്റ് ലോസ് ആണ്. സോ ഇൻറ്റു 20% എന്നുള്ള കാര്യം മറക്കരുത്. ഇതില് 30th November ഉൾപ്പെടുന്നത് ഡിസംബർ ക്വാർട്ടറിലല്ലേ? ഏതാടാ ഒന്നുകൂടെ ചോദിച്ചേ. ഈ 30th November 23 ഉൾപ്പെടുന്നത് ഡിസംബർ ക്വാർട്ടറിലല്ലേ നമ്മുടെ? അല്ലടാ, ഇവര് പ്രിപ്പയർ ചെയ്യുന്ന നവംബർ ക്വാർട്ടർ ആണ്. അത് നവംബർ ക്വസ്റ്റ്യൻ അല്ലേ? എപ്പോഴും നിങ്ങൾ നോക്കണം. ആ. എപ്പോഴും അങ്ങനെ മറ്റേപ്പാടെ വരുള്ളൂ എന്ന് എക്സ്പെക്ട് ചെയ്യരുത്. ഇതിപ്പം ക്വാർട്ടർ എൻഡ് 30th November എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഇതാണ് 30th November എന്നുള്ള ക്വാർട്ടറിൽ. കിട്ടിയോ? നീ അറിഞ്ഞിരിക്കേണ്ടത് ഈ മാർച്ച്, ജൂൺ, സെപ്റ്റംബർ, ഡിസംബറിന് മാത്രം ക്വാർട്ടർ വരണമെന്നില്ല. അത് ക്വസ്റ്റ്യനിൽ എപ്പോഴും ശ്രദ്ധിച്ചോണം. ജനറലി വരുന്ന ആ ഡേറ്റുകളാന്നേ പറഞ്ഞു തന്നിട്ടുള്ളൂ. What is the amount of output tax on cash sales payable by Ani quarter ended 30th November 23? അപ്പം എന്തുമാത്രം ഔട്ട്പുട്ട് ടാക്സ് ആണ് റിലേറ്റിംഗ് ടു ക്യാഷ് സെയിൽസ് എന്ന് നിങ്ങൾക്കറിയാം. 28,000 into 20% എത്ര വരും? 5,600. Then what is the amount of output tax on credit sales payable by Ani for the quarter ended 30th November 23, taking into account of impairment loss relief? നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ് 2,292. What is the amount of input tax recoverable by Ani quarter ended November 23? എന്തുമാത്രം ഇൻപുട്ട് ടാക്സ് റിക്കവർ ചെയ്യാം? എന്തുമാത്രം? 11,200 പിന്നെ ആ ഒരു 800, അങ്ങനെ 12,000. 12,000ന്റെ 20%. 2,400. Then, which two of the following statement about cash accounting scheme are correct? Ani will be permitted to ഏതൊക്കെയായിരിക്കും ക്യാഷ് അക്കൗണ്ടിങ് സ്കീമുമായിട്ട് റിലേറ്റ് ചെയ്തത്? നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു ക്യാഷ് അക്കൗണ്ടിങ് സ്കീമിന്റെയും പാറ്റേൺ സ്കീമിന്റെ എല്ലാത്തിന്റെയും കണ്ടീഷൻ നന്നായി അറിഞ്ഞിരിക്കണം എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. സോ അപ്പൊ നമുക്കറിയാം ഇവിടെ ഇതിൽ ജോയിൻ ചെയ്യാനുള്ളത്
1,350,000 എബോവ് ആകരുത് എന്നുള്ളതാണ്. ദെൻ ഇവിടെ പറഞ്ഞ പിന്നെ 9 മന്ത്ലി പേയ്മെന്റ് എന്നാണ്. അത് നമുക്കറിയാം ആനുവൽ അക്കൗണ്ടിങ് സ്കീമാ, ക്യാഷ് അക്കൗണ്ടിങ് സ്കീമിന്റെ കാര്യമല്ല. Then Annie will be permitted to join the scheme if she is up to the date with her payment, but not necessarily up to the date of her return. അപ്പൊ ജോയിൻ ദ സ്കീമിന്റെ അവിടെ പ്രത്യേകിച്ച് ഇത് കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് ടാക്സബിൾ സപ്ലൈസ് എക്സീഡ് 1,600,000. 1,600,000 എബോവ് ആകാൻ പാടില്ല. നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം ക്യാഷ് അക്കൗണ്ടിങ് സ്കീമിൽ ജോയിൻ ചെയ്യുന്നതിന്റെ ലീവ് ചെയ്യുന്നതിന്റെ ലിമിറ്റിന്റെ കേസ് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം. 1 and 4 ആയിരിക്കും ആൻസർ എന്ന് പറയാം. And the last requirement, identify by clicking on the relevant boxes or table below whether each of the following statement are the advantages of Annie using the cash accounting scheme. ഇതിൽ ഏതൊക്കെയായിരിക്കും ക്യാഷ് അക്കൗണ്ടിങ് സ്കീമിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് കയറി വരും? റെഡ്യൂസ്ഡ് എമൗണ്ട് ഓഫ് ഔട്ട്പുട്ട് വാറ്റ്. ക്യാഷ് അക്കൗണ്ടിങ് സ്കീം ആണെന്നുകൊണ്ട് ഔട്ട്പുട്ട് വാറ്റിൽ എന്തെങ്കിലും റിഡക്ഷൻ വരുന്നുണ്ടോ? ക്യാഷ് അക്കൗണ്ടിങ് സ്കീം ആണെന്ന് കരുതി എന്തെങ്കിലും ഔട്ട്പുട്ട് വാറ്റിൽ റിഡക്ഷൻ വരുന്നുണ്ടോ? ഒരു റിഡക്ഷനും ഇല്ല. ക്യാഷ് അക്കൗണ്ടിങ് സ്കീം ആണെന്ന് പറഞ്ഞാൽ നോട്ട് അഡ്വാൻറ്റേജ്. ഓട്ടോമാറ്റിക് ഇമ്പയർമെന്റ് ലോസ് റിലീഫ്. നമുക്കറിയാം നോർമൽ കേസിൽ ഇമ്പയർമെന്റ് ലോസ് റിലീഫ് എലിജിബിൾ ആണ്. Then only one VAT return each year. നമുക്കറിയാം അത് ആനുവൽ അക്കൗണ്ടിങ് സ്കീമിന്റെ. Then output VAT on 10% credit sales will be accounted for up to 1 month later than at present. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു ക്രെഡിറ്റ് സെയിലിന്റെ കേസാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളിപ്പോ കസ്റ്റമറോട് പറയുക ഞാനൊരു 30 ഡേയ്സിനുള്ളിൽ നിങ്ങൾ പേ ചെയ്താൽ 10% ഡിസ്കൗണ്ട് തരാം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ 30 ഡേയ്സിനുള്ളിൽ എന്ന് പറയുമ്പോൾ കസ്റ്റമർ 30 ഡേയ്സിനുള്ളിൽ പേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് കൊടുത്താൽ മതി? അതിന് ക്രെഡിറ്റ് സെയിൽ നടത്തിയാൽ നിങ്ങളുടെ കയ്യിലേക്ക് ക്യാഷ് കിട്ടുമ്പോൾ നിങ്ങൾ അതിന് ഔട്ട്പുട്ട് വാറ്റ് കൊടുത്താൽ മതി. നിങ്ങളെ സംബന്ധിച്ച് ഒരു റിലീഫാണ്. കയ്യിലേക്ക് ക്യാഷ് കിട്ടുന്ന സമയത്ത് നിങ്ങൾ അതിന് എന്ത് കൊടുത്താൽ മതി? വാറ്റ് കൊടുത്താൽ മതി. അപ്പൊ അതുകൊണ്ട് ഇത് നമ്മുടെ ഒരു അഡ്വാൻറ്റേജ് ആണ്. Then question number Mabel Limited. M, a sole trader, is registered for VAT and is in the process of completing her VAT return for the quarter ended 29th February 24. M does not use the cash accounting scheme. ഓൾറെഡി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇവരുടെ ക്വാർട്ടർ എൻഡ് എടുക്കണ്ടോ, ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ മാറും. ഇവരുടെ ക്വാർട്ടർ എൻഡ് 29th February 24. 29th February 24 എന്ന് പറയുമ്പോൾ അതിൽ ഡിസംബറും ജാനുവരിയും ഫെബ്രുവരിയും വരും. ഒരു ക്യാഷ് അക്കൗണ്ടിങ് സ്കീം ഒന്നും ഫോളോ ചെയ്യുന്നില്ല. ഔട്ട്പുട്ട് വാറ്റ് ഡ്യൂറിംഗ് ദ ക്വാർട്ടർ എൻഡ് 29th February സ്റ്റാൻഡർഡൈസ്ഡ് സെയിൽസ് ഓഫ് ഇൻവോയ്സ് ടോട്ടലിംഗ് 98,000 exclusive of VAT were issued in respect of credit sale. And M offers all of her customers 10% discount for payment within 14 days of the date of sales invoice. 60% of the customers paid within the 14-day period. So 14-day period in ഉള്ളിൽ നമ്മൾ ഓൾറെഡി 60% കസ്റ്റമേഴ്സ് ഓഫർ അക്സെപ്റ്റ് ചെയ്തു എന്നാ പറഞ്ഞു. നമുക്കറിയാം നമ്മൾ നോർമൽ കേസിൽ ചെയ്യുമ്പോൾ 98,000 into 90% into 60% എക്സ്ക്ലൂസീവ് ആണ് into 20%. Then വീണ്ടും 98,000 into ബാലൻസ് 40% into 20%. എത്രയായിരിക്കും വരിക? into 90% into 60% into 20%. 10,584. Then 98,000 into 40% into 20%. 7,840 plus 10,589. 18,429. Then
During the quarter ended 29th February 24, standard rate purchase and expense invoice totaling 35,700 were received. The figure includes 690 for entertaining UK customers. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ എക്സ്പെൻസ് 35,700 ആണെന്നാ പറഞ്ഞിരിക്കുന്നത്. ഈ ടോട്ടൽ എക്സ്പെൻസിൽ UK കസ്റ്റമേഴ്സിനെ എന്റർടൈൻ ചെയ്യാനായിട്ട് 690 എക്സ്പെൻസ് വന്നു. And 1,200 on entertaining overseas customers and 900 for mobile telephone call, of which 20% related to private call. All these figures are inclusive of VAT. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇതിന് എന്തുമാത്രം ഇൻപുട്ട് വാറ്റ് റിക്കവർ ചെയ്യാം എന്ന് ചോദിക്കുമ്പോൾ 35,700 അതില് ടോട്ടൽ എക്സ്പെൻസില് എന്റർടൈനിങ് UK കസ്റ്റമേഴ്സ് പറ്റിയല്ല, അതായത് 690 എലിജിബിൾ അല്ല, 690 നമ്മൾ ഡിഡക്ട് ചെയ്തു. പിന്നെ നമ്മുടെ മൊബൈൽ ടെലിഫോൺ കോള് 900 വന്നിട്ടുണ്ട്. 900ന്റെ 20% പ്രൈവറ്റ് പ്രൊപ്പോർഷൻ, അതും ഡിഡക്ഷൻ അലൗഡ് അല്ല. സോ 180യും ഡിഡക്ഷൻ അലൗഡ് അല്ല. ഇത്രയും ഡിഡക്ട് ചെയ്തിട്ട് ബാലൻസിന്റെ 20 ഡിവൈഡ് ബൈ 120, 35,700 മൈനസ് 690. 690 എന്ന് പറയുമ്പോൾ അത് UK കസ്റ്റമേഴ്സിനെ എന്റർടൈൻ മൈനസ് ടെലിഫോൺ എക്സ്പെൻസ് 180 ഡിവൈഡഡ് ബൈ 120 ഇൻറ്റു 20. സോ 5805. ഈ എമൗണ്ട് ആണ് നമുക്ക് ഇൻപുട്ട് വാറ്റായിട്ട് റിക്കവർ ചെയ്യാവുന്നത്. ക്ലിയർ ആണല്ലോ അല്ലേ? Then Mabel wishes to retire and there is going to cease trading 31st March 24. She will deregister for VAT and Mabel is unsure whether she will sell all the assets of her business separately to a different purchaser after ceasing to trade, or whether she will sell the entire business as a going concern on 31st March 24. During the previous 3 years, M has purchased the following non-current assets. ഒരു കാര്യം കൂടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് ഗോയിങ് കൺസേൺ ആയിട്ടാണ് സെയിൽ ചെയ്യുന്നതെങ്കിൽ അവിടെ നിങ്ങൾ അതിന് നോ ഔട്ട്പുട്ട് വാറ്റ് എന്നാണ്. നിങ്ങൾ എന്തെങ്കിലും ഗുഡ്സോ അല്ലെങ്കിൽ നോൺ കറന്റ് അസറ്റ് ഒക്കെ സെയിൽ ചെയ്താലും ഇതിനെല്ലാം നോ ഔട്ട്പുട്ട് വാറ്റ് എന്നാണ് പറയുക. വാട്ട് യു മീൻ ബൈ ഗോയിങ് കൺസേൺ? ഗോയിങ് കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗോയിങ് കൺസേൺ നമ്മുടെ ബിസിനസ് ഫോർ സീമബിൾ ഫ്യൂച്ചർ, ഉടനെ ഒന്നും നോർമൽ കേസിൽ വൈൻഡ് അപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷെ നമ്മൾ സെയിൽ ചെയ്യുക, ബട്ട് വൈൻഡ് അപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ഞാൻ ഇന്ന് എൻ്റെ ട്രേഡ് സീസ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ഞാൻ സെയിൽ ചെയ്തു, നാളെ മുതൽ നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യൂ. നാളെ മുതൽ നിങ്ങൾ ആ ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നു. അതായത് ടാക്സ് അതോറിറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂ ഇന്ന് വരെ എൻ്റെ കയ്യിൽ നിന്ന് വാറ്റ് കളക്ട് ചെയ്തു, നാളെ മുതൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാറ്റ് കളക്ട് ചെയ്യുന്നു. പിന്നെ സെയിം നേച്ചർ ഓഫ് ബിസിനസ്, ദാറ്റ് മീൻസ് ഞാൻ ഏത് ടൈപ്പ് ബിസിനസ് ആണോ നടത്തിയേ അതേ ബിസിനസ് തന്നെയായിരിക്കണം നിങ്ങളും കണ്ടിന്യൂ ചെയ്യേണ്ടത്. ഇനി ഞാനൊരു വാറ്റ് രജിസ്റ്റേർഡ് ട്രേഡർ ആണെങ്കിൽ നിങ്ങളും ഒരു വാറ്റ് രജിസ്റ്റേർഡ് ട്രേഡർ ആയിരിക്കണം. ഈ പറയുന്ന എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നതിനെയാണ് ഗോയിങ് കൺസേൺ എന്ന് പറയാം. ബട്ട് കണ്ടീഷൻ നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അറിയണ്ട, ഞാൻ ജസ്റ്റ് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു എന്നതുള്ളൂ. ബട്ട് അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങൾ ഗോയിങ് കൺസേൺ ആയിട്ടാണ് സെയിൽ ചെയ്തിരിക്കുന്നതെങ്കിൽ ആ സെയിൽ ചെയ്തിരിക്കുന്നതിന്റെ ഗുഡ്സിനും നോൺ കറന്റ് അസറ്റ്സിനും ഒന്നിനും നിങ്ങൾ ഔട്ട്പുട്ട് വാറ്റ് പേ ചെയ്യണ്ട. നോ ഔട്ട്പുട്ട് വാറ്റ് പേബിൾ ഓൺ റിലേറ്റിംഗ് ടു സെയിൽസ് ആൻഡ് ഗുഡ്സ് ആൻഡ് നോൺ കറന്റ് അസറ്റ്സ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഗുഡ്സും നോൺ കറന്റ് അസറ്റ്സുമായിട്ട് റിലേറ്റ് ചെയ്തൊന്നും നിങ്ങൾ ഔട്ട്പുട്ട് വാറ്റ്, നോ ഔട്ട്പുട്ട് വാറ്റ് ഫോർ ഗുഡ്സ് ആൻഡ് നോൺ കറന്റ് അസറ്റ്സ് എന്ന് പ്രത്യേകം ഓർത്തിരുന്നേക്കും. Then, during the previous 3 years, M has purchased the following non-current asset. അപ്പം നിങ്ങളിവിടെ ഓൾറെഡി ട്രേഡ് സീസ് ചെയ്യുവാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ ഓൾറെഡി നിങ്ങളുടെ നോൺ കറന്റ് അസറ്റ് എല്ലാ കാര്യങ്ങളും സെയിൽ ചെയ്തിരിക്കുമെന്നാ പറഞ്ഞത്. നമ്മൾ മുമ്പേ ഒരു പോയിന്റ് പഠിച്ചു, നമ്മൾ എന്നാണോ ട്രേഡ് സീസ് ചെയ്യുന്നത് ആ ഒരു ടൈം പീരീഡിൽ നമ്മുടെ കയ്യിലുള്ള ഗുഡ്സിനും നോൺ കറന്റ് അസറ്റ്സിനൊക്കെ നമ്മൾ ഔട്ട്പുട്ട് വാറ്റ് കൊടുക്കണം എന്നൊരു പോയിന്റ് പഠിച്ചു. ആ ഒരു പോയിന്റുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ. Computer equipment purchased during July 21 for 4,100 and sold during November 23 for 350. നമ്മളോട് പറഞ്ഞിരിക്കണേ ഒരു കമ്പ്യൂട്ടർ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്തു, 4,100-നാണ് പർച്ചേസ് ചെയ്തത്. നവംബർ 23 നിങ്ങൾ അത് സെയിൽ ചെയ്തു. നിങ്ങൾ ഇപ്പൊ പ്രിപ്പയർ ചെയ്യുന്ന ക്വാർട്ടർ ഫെബ്രുവരി 24 ആണ്. നിങ്ങളുടെ ക്വാർട്ടറിന് മുമ്പ് അത് നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ സെയിൽ ചെയ്തു. അപ്പൊ പിന്നെ അതിന് നിങ്ങൾ ഔട്ട്പുട്ട് വാറ്റ് ഒന്നും കൊടുക്കണ്ട, ട്രേഡ് സീസ് ചെയ്താലും. Then a car purchase, both business and private. പറയാം കാർ ബോത്ത് ബിസിനസ് ആൻഡ് പ്രൈവറ്റ് എന്ന് പറയുമ്പോഴേ ഇഗ്നോർ ചെയ്തോളുക, എക്സംപ്റ്റ് ആണ്. Then
office equipment purchased during March 24, 7,400, which M still owns all the non-current assets and exclusive of what? So all of the figures are exclusive of what? അപ്പം ഒരു ഓഫീസ് എക്യുപ്മെന്റ് ഉണ്ടായിരുന്നു മാർച്ച് 24 പർച്ചേസ് ചെയ്തതാണ്. ഡ്യൂറിങ് മാർച്ച് 24 നമ്മള് for 7,400 which Mabel still owns. നമ്മളിപ്പോ പ്രിപ്പയർ ചെയ്യുന്ന ക്വാർട്ടർ February 24 ആണ്. നെക്സ്റ്റ് നമ്മുടെ ഇത് കഴിഞ്ഞിട്ടാണ് പ്രിപ്പയർ Mabel still owns. ഡേറ്റ് മാർച്ച് 24 എന്നുള്ളത് ആക്ച്വലി തെറ്റിപ്പോയത്. 7,400 Mabel still owns ആണ്. ഇപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടെന്നാണ്. നമ്മൾ ഓൾറെഡി ട്രേഡ് സീസ് ചെയ്തു. 7,000 ഓൾറെഡി ട്രേഡ് സീസ് ചെയ്തിരിക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ നോർമൽ കേസിൽ ഇതിനെ നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും? നമ്മള് ഔട്ട്പുട്ട് വാറ്റ് പേ ചെയ്യേണ്ടി വരും. സീസ് ചെയ്തതിനു ശേഷം പർച്ചേസും സെയിലൊക്കെ നടത്താൻ പറ്റുമോ? ഇതിലുണ്ട് മാർച്ച് സീസസ് ടു ട്രേഡിംഗ് ഓൺ മാർച്ച് 24 എന്ന് പറഞ്ഞിരിക്കണം. മാർച്ച് 24 സീസ് ചെയ്യാൻ പ്ലാൻ ഇട്ടിരിക്കുന്നത്. നമ്മളോട് ക്വസ്റ്റ്യനിൽ ഇവര് മിക്കവാറും റിക്വയർമെന്റ് വേറെ ഡേറ്റ് ആയിരിക്കും മാറ്റി പറഞ്ഞിരിക്കുന്നത്. ആ ഡേറ്റുമായിട്ട് റിലേറ്റ് ചെയ്തല്ലടാ. അതായത് നീ സെയിൽ മാർച്ച് 24 നീ സെയിൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ മാർച്ച് 24 ആ മാർച്ച് 24 സെയിൽ ചെയ്യുന്ന സമയത്ത് നീ ഓൾറെഡി എന്ത് കൊടുക്കണം? നിന്റെ ക്വാർട്ടറിലല്ല, നിന്റെ ക്വാർട്ടർ ശരിക്കും February 24 പക്ഷെ അത് കഴിഞ്ഞ് നീ സെയിൽ ചെയ്യുന്ന ടൈമിൽ നീ എന്ത് കൊടുക്കണം? ഔട്ട്പുട്ട് വാറ്റ് കൊടുക്കണം. അത് കണ്ടോ? അതാ സിറ്റുവേഷൻ ഇവിടുത്തെ ചോദിച്ചിട്ടുണ്ടോ? അസ്യൂമിങ് ദാറ്റ് Mabel sells the assets for her business separately to different purchaser, how much output VAT which she will pay on her final VAT return? ഫൈനൽ VAT റിട്ടേണുമായിട്ട് റിലേറ്റ് ചെയ്ത് എത്ര കൊടുക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നീ ഓൾറെഡി ശരിയാ 28th February ആയിരുന്നു നിന്റെ ക്വാർട്ടർ. ബട്ട് ഇപ്പൊ നീ അത് കഴിഞ്ഞ് മാർച്ച് 24 നീ ട്രേഡ് സീസ് ചെയ്തു. അപ്പൊ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നീ എന്തുമാത്രം ഔട്ട്പുട്ട് വാറ്റ് കൊടുക്കണം? ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് മാർച്ചിൽ നിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന നോൺ കറണ്ട് അസറ്റ്സിന് നീ എന്ത് കൊടുക്കണം? ഔട്ട്പുട്ട് വാറ്റ് കൊടുക്കണം. ട്രേഡ് സീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞില്ലായിരുന്നോണ്ടാ, ട്രേഡ് സീസ് ചെയ്യുവാണെങ്കിൽ ആ ഒരു ടൈം പീരീഡിൽ വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ HMRCനെ നോട്ടിഫൈ ചെയ്യണമെന്നും ആ ഒരു ടൈം പീരീഡിൽ നമ്മൾ പിന്നെ ക്വാർട്ടർ ആകാൻ നോക്കി നിൽക്കുകയല്ല. അപ്പൊ ആ ഒരു ടൈം പീരീഡിൽ നമ്മുടെ കയ്യിലുള്ള ഗുഡ്സിനും നോൺ കറണ്ട് അസറ്റ്സിനും വാറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞല്ലോ. ആ പോയിന്റ് അത്. ഓക്കെ മാം. അപ്പൊ അടുത്ത ക്വാർട്ടർ ഇല്ലാത്തതുകൊണ്ടാണ് അത് തന്നെ ലാസ്റ്റ് വരുന്ന ക്വാർട്ടറിൽ ചാർജ് ചെയ്യാൻ. അതായത് നീ ട്രേഡ് സീസ് ചെയ്ത് വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ നീ ഇത് പേ ചെയ്യും. നോട്ടിഫൈ സീസ് ചെയ്യുന്ന കേസിൽ മാത്രമല്ലേ? അല്ലാന്നുണ്ടെങ്കിൽ കണ്ടിന്യൂയിങ് ആണെങ്കിൽ നമ്മൾ എടുക്കൂല. കണ്ടിന്യൂയിങ്ങിൽ ഈ പോയിന്റ് ആപ്ലിക്കബിൾ അല്ല. ഇത് സെസഷന്റെ കേസ് മാത്രം. ഓക്കെ. All figures are exclusive എന്ന് ക്ലിയർ പറഞ്ഞിരുന്നു. ഓക്കെ. What is the amount of output VAT payable by Mabel in respect of her sales for quarter ended 29th February 24? അപ്പൊ 29th February 24 ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്തുമാത്രം ഔട്ട്പുട്ട് വാറ്റ് ആണ് പേ ചെയ്യേണ്ടത്? ഔട്ട്പുട്ട് വാറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ഇവിടെ കണ്ടുപിടിച്ച് വെച്ചതാണ്. 18,429 കണ്ടുപിടിച്ച് വെച്ചതാണ്. 18,424 ആയിരുന്നു. 429 അല്ല 420. നിങ്ങൾക്ക് 24 ആയിരിക്കും കിട്ടിയല്ലേ? എന്റെ ഡെസിമൽ റൗണ്ട് ഓഫ് ചെയ്തതിന്റെ ആയിരിക്കും. 424. അതെ, ഞാൻ ആഡ് ചെയ്തതിന്റെ കുഴപ്പമായിരുന്നു. 424, 484 to 424. Then, what is the amount of input VAT recoverable by Mabel in respect to her purchase and expense for the quarter ended 29th February 24? എന്തുമാത്രം ഇൻപുട്ട് വാറ്റ് റിക്കവർ ചെയ്യാൻ പറ്റുമെന്ന് എന്തുമാത്രം നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിരുന്നു. 5,805 കണ്ടോ? ഓർത്തോണം. ടോട്ടൽ എക്സ്പെൻസ് 35,700 ആണ്. അതില് നമുക്കറിയാം UK കസ്റ്റമേഴ്സിനെ എന്റർടൈൻ ചെയ്യാൻ പറ്റിയത് ഡിഡക്ട് ചെയ്യാൻ പറ്റില്ല. ദെൻ ടെലിഫോൺ എക്സ്പെൻസിന്റെ പ്രൈവറ്റ് പ്രൊപ്പോർഷൻ ഡിഡക്ട് ചെയ്യാൻ പറ്റില്ല. ബാലൻസ് എമൗണ്ട്. ദെൻ ബൈ വാട്ട് ഡേറ്റ് മസ്റ്റ് Mabel will notify HM revenue and customers on her ceasing to make taxable supplies, and what is the earliest date which her business can be deregistered for what? നമ്മളോട് ഓൾറെഡി പറഞ്ഞിരിക്കണേ നിങ്ങൾ ട്രേഡ് സീസ് ചെയ്ത മാർച്ചിലാണ്. അപ്പൊ എന്നാ നോട്ടിഫൈ ചെയ്യണ്ടേ? 31st March 24 ട്രേഡ് സീസ് ചെയ്തെങ്കിൽ വിത്തിൻ 30 day period, that means 30th April. പിന്നെ ഡീരജിസ്ട്രേഷൻ ആകുന്നതോ എന്നാണോ ട്രേഡ് സീസ് ചെയ്തേ ആ ഒരു ഡേറ്റ് മുതൽ ഡീരജിസ്ട്രേഷൻ ആവുകയും ചെയ്യും.
നോട്ടിഫിക്കേഷൻ വിത്ത് 30-day പീരീഡിനുള്ളിലും ഡീരജിസ്ട്രേഷൻ ആകുന്നത് നമ്മൾക്കറിയാം നോർമൽ കേസിലും ട്രേഡ് സീസ് ചെയ്ത ഡേറ്റ് മുതൽ ഡീരജിസ്ട്രേഷനും ആവും. ക്വസ്റ്റ്യൻ നമ്പർ 284 നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയി. Then what is the advantage for M if she sells his entire business as a going concern for what? Going concern ആയിട്ടാണ് സെയിൽ ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും അഡ്വാൻറ്റേജ്? ഇപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട്, നോ ഔട്ട്പുട്ട് വാറ്റ് വിൽ ബി പേബിൾ ഇൻ റെസ്പെക്ട് ഓഫ് സെയിൽ ഓഫ് ദ ബിസിനസ്. അതായത് ഔട്ട്പുട്ട് വാറ്റ് ഒന്നും പേ ചെയ്യണ്ട എന്നുള്ളതാണ് അഡ്വാൻറ്റേജ്. ഗോയിങ് കൺസേൺ ആയിട്ടാണ് പേ ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ സെയിൽ ചെയ്യുന്നതെങ്കിൽ നമ്മൾ നോർമൽ കേസിൽ ഔട്ട്പുട്ട് വാറ്റ് ഒന്നും പേ ചെയ്യണ്ട. ഇതാണ് ഗോയിങ് കൺസേണിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയും. ഓക്കെ, അപ്പം ഏകദേശം വാറ്റിന്റെ എല്ലാ പോർഷൻസും നമ്മൾ കവർ ചെയ്തു. then അതുമായിട്ട് റിലേറ്റ് ചെയ്ത സെക്ഷൻ ബി ടൈപ്പ് ക്വസ്റ്റ്യൻസിലേക്കും കൂടെ പോയി. സോ അപ്പൊ നിങ്ങൾക്ക് ഇനി ജസ്റ്റ് ഇതെല്ലാം ഒന്ന് റീക്യാപ്പ് ചെയ്യുക എക്സാം പോയിന്റ് ഓഫ് വ്യൂ കേട്ടോ. താങ്ക് യു.